ആ ഓർഡിനേഷൻ്റെ ഒരു മെസ്സേജും കൂടെ എടുക്കുവാനായിട്ട് സമയം എടുക്കുകയാണ്. ഓർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ, എങ്ങനെയാ? ഇതിനകത്ത് എനിക്കൊന്ന് ബഥേൽ ചർച്ചുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നന്നായി അറിയാം ഇവിടെ നടക്കുന്ന ഓർഡിനേഷൻ എന്താ. ഒരുപാട് തന്നെ ഓർഡിനേഷൻസ് ഉണ്ട്, ഒരുപാട് രീതികളിലുണ്ട്. അതിനകത്ത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ് എന്ന് ഒന്ന് ഓടിച്ചു പറയാൻ ആഗ്രഹിക്കുക. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി സഭയിൽ പ്രയോജനപ്പെടേണ്ടതിന് ചിലരെ കൈവച്ച് വേർതിരിക്കുക. വ്യത്യസ്ത സഭകളിൽ മുമ്പേ സുനിൽ പാസ്റ്റർ എടുത്തു പറഞ്ഞപ്പോൾ വിശ്വാസത്തിൻ്റെ അളവിനെക്കുറിച്ച് പറഞ്ഞതുപോലെ വ്യത്യസ്ത അളവുകളിൽ വിശ്വാസമുണ്ട്, വ്യത്യസ്ത അളവുകളിൽ ശുശ്രൂഷിക്കുന്നവരുണ്ട്. ദൈവം നമ്മളെ ഏൽപ്പിച്ച ആ വിശ്വാസത്തിൻ്റെ അളവിന് ഒത്തവണ്ണം ശുശ്രൂഷിക്കേണ്ടതിന്, ശുശ്രൂഷയുടെ പാറ്റേൺ ദൈവസന്നിധിയിൽ കാഴ്ചവെക്കേണ്ടതിനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. ഒരു സഭയുടെ ശുശ്രൂഷകന്മാരെ കണ്ടാൽ ഒരുപോലെ ഇരിക്കും, ഒരേ പാറ്റേൺ ആയിരിക്കും, ഒരുപോലെ പോകുവാൻ കഴിയും. ഈ കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഞാൻ അബ്രഹാമിൻ്റെ ഒരു പടം മുന്നിലിട്ടിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. അബ്രഹാമിൻ്റെ പടം അവിടെ നിൽക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങളൊന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം ദയവായി ഒന്ന് വായിച്ചാട്ടെ. യാക്കോബ് 5:17. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം. ചുരുക്കം വാക്യങ്ങളെ ഞാൻ വായിപ്പിക്കത്തുള്ളൂ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. പഴയ നിയമത്തിലെ ഏലിയാവിനെ കുറിച്ച് പറഞ്ഞു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. വായിച്ചു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. ഏലിയാവ് മഴ നിർത്തിയവനും തിരിച്ചു മഴ തുടങ്ങിയവനുമാണ്, മഴ പെയ്യിച്ചവനുമാണ്. എനിക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്, നിങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. പ്രകൃതിയുടെ മേൽ അധികാരം നടത്തുവാൻ ദൈവം ഏലിയാവിനെ അഭിഷേകം ചെയ്തു. പ്രകൃതിയുടെ മേൽ അധികാരം നടത്തേണ്ടതിന് ഒരു ഓർഡിനേഷൻ ഏലിയാവിൻ്റെ മേലുണ്ടായിരുന്നു. ആ ഏലിയാവ് എനിക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. ഞാൻ ഏലിയാവിൻ്റെ കാലത്തെ ചില കാര്യങ്ങളൊന്ന് തൊട്ട് പറഞ്ഞു വെച്ച് നമ്മുടെ ഈ കാലഘട്ടവുമായി യോജിച്ചു പോകുന്നുവെന്ന് പറഞ്ഞ് ആഴത്തിലോട്ട് ഇറങ്ങാനാണ് പോകുന്നത്. ഒന്ന്, ഏലിയാവ് ഒരു മനുഷ്യനായിരുന്നു. ഞാനൊരു മനുഷ്യനായതുപോലെ ഏലിയാവ് ഒരു മനുഷ്യനായിരുന്നു. 2, ഏലിയാവിൻ്റെ പ്രാർത്ഥന ഫലിച്ചു. അസാധ്യമെന്ന് തോന്നുന്ന കാര്യമാണ് ഏലിയാവ് പ്രാർത്ഥിച്ചത്, പക്ഷേ അത് ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരമായിരുന്നതിനാൽ അത് സംഭവിച്ചു. നമ്മിൽ ആരെയെങ്കിലും ദൈവത്തിന് എന്തെങ്കിലും ഒരു കാര്യം കൽപ്പിച്ചേൽപ്പിക്കുവാൻ കഴിയും. ആ കൽപ്പന നാം അനുസരിക്കുന്നുവെങ്കിൽ, കൽപ്പനപ്രകാരം പ്രവർത്തിക്കുന്നുവെങ്കിൽ ആ കാര്യം സംഭവിച്ചിരിക്കും. അതാണ് വിശ്വാസത്തിൻ്റെ ആഴം. 3, അദ്ദേഹം ആകാശം അടച്ചു. ആകാശത്തോട് പ്രവചിക്കുവാൻ തനിക്ക് കഴിഞ്ഞു, ആകാശത്തെ അടച്ചു. തൻ മേഘങ്ങളോട് കൽപ്പിച്ചു, മേഘങ്ങൾ മിണ്ടാതിരുന്നു. യോശുവയുടെ ചരിത്രത്തിൽ വരുമ്പോൾ സൂര്യനെയും ചന്ദ്രനെയും മിണ്ടാതെയാക്കി ചിലതെല്ലാം ചെയ്യുവാൻ കഴിഞ്ഞു. പിന്നെ ആകാശത്തെ തുറന്നു, അടയ്ക്കുവാനും തുറക്കുവാനും തനിക്ക് കഴിഞ്ഞു. ഏലിയാവെന്ന മനുഷ്യൻ ചെയ്ത ചില പ്രവർത്തികളെയാണ് ഞാൻ പറഞ്ഞത്. ഏലിയാവിൻ്റെ കാലം കൊണ്ട് ഇത് പോയോ? ഇല്ല, ഏലിയാവിൻ്റെ കാലം കൊണ്ട് ഇത് പോയില്ല. യേശുവിൻ്റെ കാലമായപ്പോൾ സമുദ്രത്തോട് അടങ്ങുവാൻ ആവശ്യപ്പെട്ടു, സമുദ്രം അടങ്ങി. ഞാൻ പല ആവർത്തി എടുത്തു പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പിതാക്കന്മാരുടെ തലമുറയിൽ ജീവിച്ചിരുന്ന പലരും പെയ്തുകൊണ്ടിരിക്കുന്ന മഴയോട് നിൽക്കാൻ ആവശ്യപ്പെടുകയും മഴ നിൽക്കുകയും ചെയ്തത് നമുക്കറിയാം. അവരുടെ അനന്തരവന്മാരെ, അനന്തര തലമുറകളെ, എന്നെയും നിങ്ങളെയും ഉപയോഗിപ്പാൻ നമ്മുടെ നാവ് കൊണ്ട് ചിലത് ആജ്ഞാപിപ്പിക്കുവാറ് ദൈവത്തിന് കഴിയും. ഞാൻ അനേക പ്രാവശ്യങ്ങളിൽ എടുത്തു പറഞ്ഞ ഉദാഹരണങ്ങളാകിയാൽ പെട്ടെന്ന് ഓർമ്മിപ്പിച്ച് മാറുകയുള്ളൂ. കൂടുതൽ സമയം ഞാൻ അവിടെ നിൽക്കത്തില്ല. രാജസ്ഥാനിൽ മഴയില്ലാതെ 7 വർഷം കഠിനക്ഷാമത്തിലിരിക്കുകയും അവിടെയുള്ള ഫാക്ടറികളിൽ പലതും അടച്ചുപൂട്ടുവാൻ ഗവൺമെൻറ് ഉത്തരവിടുകയും അവിടെ ഉണ്ടായിരുന്ന പട്ടാള ക്യാമ്പിനെ പോലും ചിലതിനെ സ്കെലിറ്റൻ സ്ട്രെങ്ത് അവിടെ ഇട്ട ശേഷം ബാക്കിയുള്ളതിനെ വെളിയിലേക്ക്, രാജസ്ഥാൻ്റെ വെളിയിലേക്ക് മാറ്റുകയും രാജസ്ഥാനിൽ പാർക്കുന്ന ആ ചുരുങ്ങിയ പട്ടാളക്കാർക്ക് വേണ്ടി ട്രെയിനിൽ പച്ചവെള്ളം കൊണ്ട് കൊടുക്കുകയും ചെയ്ത ഒരു കാലം എനിക്ക് ഓർമ്മയുണ്ട്. അന്നാണ് പാസ്റ്റർ KV ഫിലിപ്പ്, കുറത്തിയാടുകാരൻ KV ഫിലിപ്പ് കലക്ടറുടെ ഓഫീസിൽ ചെന്ന് പറയുന്നത്, സാറേ എനിക്കൊരു കൺവെൻഷൻ നടത്താൻ അനുവാദം തരണം. കലക്ടർ പറഞ്ഞ് സാധിക്കത്തില്ല, കലക്ടറുടെ പെർമിഷൻ ഇല്ലാതെ ഇവിടെ ഒരു ആൾക്കൂട്ടം ഒക്കത്തില്ല, ഒരു വിവാഹം ഒക്കത്തില്ല, വെള്ളത്തിൻ്റെ ക്ഷാമം കൊണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മഴവെള്ളം പിടിച്ചു ചെയ്തോളാം. ഒരു ടെമ്പററി പെർമിഷൻ കൊടുത്തു.
കൺവെൻഷൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ തലേ ദിവസം മഴ പെയ്തിട്ടില്ലെങ്കിൽ കൺവെൻഷൻ കോൾ ഓഫ് ചെയ്യും എന്ന് കലക്ടർ പറഞ്ഞു. ആ പെർമിഷൻ അദ്ദേഹം വാങ്ങി. കൺവെൻഷന് മുമ്പേ മഴ പെയ്തു. മഴവെള്ളം പിടിച്ച് കൺവെൻഷൻ നടത്തി. ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ദീർഘനാളുകളിൽ പ്രാർത്ഥിച്ച് പെയ്യിച്ച മഴ കൺവെൻഷന് തടസ്സമായി വന്നപ്പോൾ, കൺവെൻഷൻ നടത്താൻ ഞങ്ങൾ ഡെറി ഇടാൻ ചെന്നപ്പോൾ, ഈ മുന്നേ കിടക്കുന്ന പോലെ ഡെറികളാണ്, ഡെറി ഇടാൻ ചെന്നപ്പോൾ മഴ പെയ്യുന്നു, നിവൃത്തിയില്ലെന്നായി. ഞാൻ ഓർക്കുന്നു, പാസ്റ്റർ എം കെ ചാക്കോ മുൻപിലേക്ക് ഇറങ്ങി വന്നേച്ച് പറഞ്ഞത്, പിള്ളേരെ നിങ്ങൾ ഡെറി വിരിക്ക്, മഴയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കർത്താവേ ഞങ്ങൾ ഡെറി ഇടുകയാണ്, എൻ്റെ പിള്ളേർ വിരിച്ച ഡെറിയിൽ മഴവെള്ളം വീഴാൻ പാടില്ല. മഴ മാറി. വൈകിട്ട് 8:30 മണിക്ക് അദ്ദേഹം കൺവെൻഷൻ ആശീർവാദം പറയുമ്പോൾ പറഞ്ഞു, വീടുകളിൽ പോകേണ്ടവർ 9 മണിക്ക് മുൻപേ പോയിരിക്കണം. 9 9:30 ഒരു ടൈം ഫിക്സ് ചെയ്ത് പറഞ്ഞു. ആ ടൈമിൽ മഴയുണ്ടായിരിക്കും. പ്രകൃതിയെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞ തലമുറയെ ദൈവം തീരുമാനിച്ചു. കുറെ പേരെ ദൈവം ഒന്ന് ഓർഡൈൻ ചെയ്താൽ, ഓർഡിനേഷൻ, ഏലിയാവിനെ ദൈവം ഓർഡൈൻ ചെയ്തു. ഓർഡിനേഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥത്തിലൊക്കെ പിന്നെ വരും. ഏലിയാവിനെ ദൈവം ഓർഡൈൻ ചെയ്തു. തൻ്റെ മേൽ വ്യാപരിച്ച അധികാരം ആ തലമുറ കൊണ്ട് തീർന്നില്ല, ഈ തലമുറയിലേക്ക് വ്യാപരിക്കുന്നു. എൻ്റെ കണ്ണുകൊണ്ട് കാണുവാനും വാ കൊണ്ട് പറയുവാനും കർത്താവ് കൃപ തന്നതിനായി സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലും മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലും വായിക്കേണ്ട ഏലിയാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നുകൂടെ ആവർത്തിക്കാം. ലൂക്കോസ് 1:17 മത്തായി 11:14 ഏലിയാവിനെ കുറിച്ച് പറയുന്നുണ്ട്. പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയിൽ ഏലിയാവിനെ ഉദ്ധരിക്കുന്ന പദങ്ങളാണ് ഈ ലൂക്കോസ് 1:17 കാണുന്നത്. സ്നാപക യോഹന്നാന്റെ പിതാവിന്റെ അടുക്കൽ ഒരു സ്വർഗീയ ദൂതൻ ഇറങ്ങി വന്നു. ഗബ്രിയേൽ ഇറങ്ങി വന്ന് അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഒരു ഏലിയാവ് വരാൻ പോകുകയാണ്. ആ ഏലിയാവ് നിന്നിൽ നിന്നായിരിക്കും ഉത്ഭവിക്കുന്നത്, അത് നിന്റെ മകൻ യോഹന്നാനായിരിക്കും. പക്ഷേ പഴയ നിയമത്തിൽ നമ്മൾ കണ്ട യാക്കോബിന്റെ ലേഖനം പറഞ്ഞ ഏലിയാവ് ശരീരത്തോടെ വന്ന മനുഷ്യനായിരുന്നെങ്കിലും നിന്റെ മകൻ ജനിക്കുന്നത് ഏലിയാവ് എന്ന പേരിലല്ല, ഏലിയാവിൻ്റെ ആത്മാവ് അവൻ്റെ ഉള്ളിൽ കാണും. ഏലിയാവിൻ്റെ ആത്മാവോടുകൂടെ ഒരുവൻ ജനിക്കും. സ്വർഗത്തിലെ ദൈവത്തിന് ഏലിയാവ് എന്ന പേരിൽ ഒരു ആത്മാവിനെ വീണ്ടും അയക്കുവാൻ കഴിഞ്ഞെങ്കിൽ ഈ തലമുറയിൽ എന്തുകൊണ്ട് ചിലതും കൂടെ ചെയ്യാൻ പാടില്ല, ദൈവത്തിന് ചെയ്യുവാൻ കഴിയും. സഖരിയ പുരോഹിതനോട് പറയുന്ന പദമാണ്, ഏലിയാവിൻ്റെ ആത്മാവോടുകൂടെ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് വരും, നിന്റെ മകനാണ്, അവന് യോഹന്നാൻ എന്ന് നീ പേരിടണം. കർത്താവ് യേശു യോഹന്നാനെ കുറിച്ച് എടുത്തു പറഞ്ഞു, ഏലിയാവ് വന്നു, യോഹന്നാൻ തന്നെയായിരുന്നു അത് ഏലിയാവാണ്. ഇതിനകത്തിരിക്കുന്ന സഹോദരിമാരെ, നിങ്ങളിൽ ചില ഏലിയാവുമാർ എഴുന്നേറ്റുകൂടെ? എൻ്റെ സഹോദരന്മാരെ, നമ്മളിൽ ചില ഏലിയാവുമാർ എഴുന്നേറ്റുകൂടെ? അന്ത്യകാലത്തെക്കുറിച്ച് വീണ്ടും ഒരു പ്രവചനമുണ്ട്. അന്ത്യകാലത്ത് ഞാൻ ഏലിയാവിനെ അയക്കും. അതെ, ഒരിക്കൽ ദൈവം ഏലിയാവിനെ അയച്ചു. ആ ഏലിയാവ് ആകാശം അടച്ചു, തുറന്നു, മഴ നിർത്തി, മഴ പെയ്യിച്ചു. ദൈവഗ്രഹത്തിന്റെ മേൽ ദൈവകൽപ്പന പ്രകാരം പൂർണ്ണ അധികാരം പാലിച്ചു. തുടർന്നൊരു ഏലിയാവിനെ അയച്ചു. അത് യോഹന്നാൻ സ്നാപകന്റെ രൂപത്തിൽ വെളിപ്പെട്ടു. അന്ത്യകാലത്ത് ഇനിയും ഒരു ഏലിയാവ് വെളിപ്പെടാനുണ്ട്. എന്തുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന ചിലരിൽ നിന്ന് ആ ആത്മാവ് പ്രവർത്തിച്ചുകൂടാ? ഏലിയാവ് ഇന്നും വരേണ്ടിയിരിക്കുന്നു. നാമാകാം ആ ഏലിയാവ്. യാക്കോബിന്റെ ലേഖനം 5 പറയുന്ന ഏലിയാവ് ഞാനാകാം. യാക്കോബിന്റെ ലേഖനം 5 പറയുന്ന ഏലിയാവ് നിങ്ങളിൽ ഒരാളാകാം. അല്ല, നാം ആകണം. ഏലിയാവിന്റെ ബാക്ക്ഗ്രൗണ്ട്, അധികം ബാക്ക്ഗ്രൗണ്ടുകൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നില്ല. തിസ്ബയിൽ നിന്നുള്ള തിസ്ബനായ ഏലിയാവ്, അത്രയൊക്കെ നമ്മളെക്കുറിച്ച് എല്ലാവരെയും കുറിച്ചും പറയാനുണ്ട്. ഇന്ന നാട്ടിൽ നിന്ന് വന്ന ഇന്നാര്, നമുക്കൊക്കെ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ പേരെങ്കിലും പറയാനുണ്ട്. ഏലിയാവിന് അതുപോലും ഇല്ല. നിസ്സാര ബാക്ക്ഗ്രൗണ്ട് മാത്രമായി ബൈബിൾ അങ്ങോട്ട് പരിചയപ്പെടുത്തുക. ആ ബാക്ക്ഗ്രൗണ്ടിനേക്കാൾ വലിയ ചിലത് ദൈവം തൻ്റെ മേൽ വെക്കുന്നെങ്കിൽ ഓർഡിനേഷൻ്റെ ഭാഗമാണത്. ദൈവിക നിയോഗത്താൽ അത് സംഭവിക്കും. ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് പകൽ ഓർഡിനേഷൻ്റെ ഭാഗമായി ദൈവം ചിലരെ ഏൽപ്പിക്കുന്നതിനാൽ ചില ദൈവിക അധികാരങ്ങൾ ദൈവത്തിന് വേണ്ടി കൈകാറുവാൻ ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നതിനാൽ എന്നെയും നിങ്ങളിൽ പലരെയും ഉപയോഗിപ്പാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആഹാബ് രാജ്യം വല്ലാതെ ഭരിക്കുന്ന കാലം, നിയമങ്ങൾ മുഴുവനും തനിക്ക് വിരോധമായിരുന്ന കാലം, രാജ്ഞി തന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞ കാലം, അന്യദൈവ സേവ കൊണ്ട് രാജ്യം നിറഞ്ഞിരുന്ന കാലം, ഇന്നത്തെ ഭാരതീയർ നേരിടുന്ന ഇതുപോലൊരു കാലം. ഏലിയാവിനെ ദൈവം ആ കാലഘട്ടത്തിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി. അന്ന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. 7001 പേർ ദേശത്തുണ്ടെങ്കിലും
ഏലിയാവ് എന്ന് പറഞ്ഞല്ലോ, ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ എന്ന് കർത്താവ് തുറന്നു പറഞ്ഞാൽ, അല്ല ഏലിയാവേ, വേറൊരു 7000 കൂടെ ഉണ്ട്. 7001 പേർ രാജ്യത്തുണ്ടെങ്കിലും അതിലെ ഏറ്റവും പ്രമാണിയായ ഏലിയാവിന് പോലും അറിയാതെ 7000 പേരും തമ്മിൽ ബന്ധമില്ലാതെ ചെതറിക്കിടന്ന ഒരു കാലഘട്ടം. വെളിപ്പെടുത്തേണ്ടത് മാത്രമേ ദൈവം വെളിപ്പെടുത്തിയുള്ളൂ. ഏലിയാവിനെ പോലും ദൈവം എല്ലാം കാണിച്ചില്ല. പലപ്പോഴും പലതും ദൈവം കാണിക്കുന്നതും അറിയിക്കുന്നതും ഞാൻ അറിയുന്നതും അറിയണ്ടാത്തവരോട് ചെന്ന് പറയുന്നതായിരിക്കാം വിടുതലുകൾക്ക് വിഘാതമായി നിൽക്കുന്നത് എന്നൊരു ധാരണ എനിക്കും വന്നു തുടങ്ങിയിട്ടുണ്ട്. പലർക്കും അതുണ്ട്. ഞാൻ ഒന്നുകൂടെ അത് ആവർത്തിക്കാം. അറിയരുതാത്ത ആളുകൾ അറിയത്തക്കവണ്ണം ദൈവം അറിയിച്ചതോ ഞാൻ അറിഞ്ഞതോ ആയ കാര്യങ്ങൾ പലരോടും ചെന്ന് പറയുന്നത് സംഗതികൾ സംഭവിക്കുന്നതിന് വിഘാടമായി നിൽക്കുന്നുവെന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട് പലയിടങ്ങളിലും. രണ്ടായാലും ഏലിയാവിൻ്റെ പ്രത്യേകത, അത്രയും വലിയ ശുശ്രൂഷ ഉണ്ടായിരുന്ന ഏലിയാവിനെ പോലും നിന്റെ കൂടെ രണ്ടാമതൊരാളുണ്ടെന്ന് ദൈവം കാണിച്ചില്ല. ഏലിയാവ് ഒരു പക്ഷെങ്കിൽ വേറൊരു വ്യക്തിത്വത്തിൽ ആശ്രയിച്ചേക്കാം, ഒരു പക്ഷെങ്കിൽ വേറൊരു വ്യക്തിയെ ആശ്രയിച്ചു പോയെന്ന് വരാം. ഇതിനകത്ത് ദൈവം തിരഞ്ഞെടുക്കുന്ന ഏലിയാവുമാരെ, നിങ്ങൾ വേറൊരാളിനെ ആശ്രയിക്കാതെ, രണ്ടാമതൊരാളിൽ നിങ്ങളുടെ പ്രത്യാശ വെക്കാതെ, നിങ്ങളുടെ പ്രത്യാശ ക്രിസ്തുവിൽ വയ്ക്കുവാൻ ഇന്ന് പകൽ ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പറയാം, കർത്താവേ, ഞാൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ എൻ്റെ അറിവിൽ. അതെ, 7001 പേരുണ്ടായിരുന്നെങ്കിലും പരസ്പര ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഈ കാലഘട്ടം ഏറെക്കുറെ അതുപോലെ തന്നെയാണ്. പരസ്പര ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയതായ ഒരു കാലഘട്ടം. ഈ 7000 പേരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പുറത്തു വരുവാനോ വേറൊരാൾ ഉണ്ടെന്ന് അവനോട് പറയുവാനോ കഴിയാതെ പോയി. പ്രവാചക ശിഷ്യന്മാരെ 50 വീതം ഗുഹകളിൽ സൂക്ഷിച്ച ഒരുവനുമായി ബന്ധമുണ്ടായിരുന്നെങ്കിലും ഏലിയാവിൻ്റെ അടുക്കൽ വന്ന് വേറൊരു 100 പേരുടെ ഉണ്ട് ഏലിയാവേ എന്നൊന്ന് അറിയിക്കുവാനുള്ള ധൈര്യം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. എൻ്റെ പേരെങ്ങാനും പുറത്തു വന്നാൽ രാജാവ് എന്നെ കൊന്നുകളയും. ഭീകര സാഹചര്യങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന ഒരു ഏലിയാവിനെ പോലെ ഈ പകൽ എനിക്കാകാൻ കഴിയുമോ, നമുക്കാകാൻ കഴിയുമോ? ദൈവത്തിന് നമ്മെ നിയന്ത്രിക്കുവാനുണ്ട്. ഒരു കൂട്ടായ്മയും ഇല്ലാത്ത കാലം, കൂട്ടായ്മകൾ നിന്നുപോയ കാലം. കഴിഞ്ഞ കൊറോണ സീസണെ കുറിച്ച് ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയാറുണ്ട്, ക്രിസ്ത്യാനിക്ക് അവൻ്റെ ആരാധന നഷ്ടമായി. ഐ റിപ്പീറ്റ്, ക്രിസ്ത്യാനിക്ക് അവൻ്റെ ആരാധന നഷ്ടമായി. ആരാധന എന്ന് പറയുന്നത് ടെലിവിഷന് മുമ്പിൽ കുത്തിയിരിക്കുന്നതല്ല. ആരാധന എന്ന് പറയുന്നത് എങ്ങനെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കാണുന്നതല്ല. ആരാധന എന്നത് സഹോദരന്മാർ തമ്മിലുള്ള സഹകരണവും ദൈവജനം തമ്മിലുള്ള ബന്ധവുമാണ്. അത് കൊറോണയോടെ നിന്നുപോയ സാഹചര്യത്തിൽ പിശാച് അതിൻ്റെ ശക്തിയോടെ എഴുന്നേറ്റു. മീഡിയക്കാരെ പൊക്കി എഴുന്നേൽപ്പിച്ചു, പലതിനെയും പൊക്കി എഴുന്നേൽപ്പിച്ചു. ദൈവിക ആരാധനകൾ നിന്നുപോകുമാറ്, ദേശം ശൂന്യമാകുമാറ്. പല ദേവദാസന്മാർ കണക്കെടുത്തിട്ട് എന്നോട് പറഞ്ഞത്, കേരളത്തിലെ പെന്തക്കോസ്തുകാർ 3-1 ചുരുങ്ങിയെന്ന. TV കാണുന്നവരില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കുന്നവരില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. കേരളത്തിലെ ആരാധന പെന്തക്കോസ്തുകാരുടെ എണ്ണം 3-1 കുറഞ്ഞു. ബാക്കിയെല്ലാം ചെതറി നഷ്ടമായി പോയൊരു കാലം. ഏലിയാവിൻ്റെ കാലം പോലെ ഒരു ചുരുങ്ങിയ കാലത്തിലേക്ക് ഞാനും നിങ്ങളും മാറിക്കഴിഞ്ഞു. ഏലിയാവ് യഹോവ ഭക്തനായിരുന്നു. നാം അതാണോ? ഒരു ദൈവഭക്തൻ എന്ന് പറയുന്ന വാക്കിന് അർത്ഥമുണ്ട്. ഞാനൊരു ദൈവഭക്തനാണോ? പലരുടെയും ഭക്തി ഒന്ന് അളക്കാൻ ഒരു മാനദണ്ഡം ഉണ്ടായിരുന്നെങ്കിൽ 0 എന്ന് കാണുവാൻ കഴിഞ്ഞേനെ. ചിലർക്ക് ചെറിയൊരു ശതമാനം കണ്ടെന്ന് വരാം. ഒരു ദൈവഭക്തനാകുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഏലിയാവ് യഹോവയുടെ അരുളപ്പാടുകൾ ലഭിച്ചവനായിരുന്നു. നേരിട്ട് ദൈവത്തിങ്കിൽ നിന്ന് ശബ്ദം കേൾക്കുന്നവർക്കായി സ്തോത്രം. കെരീതിൽ നിന്നും കാക്കയുടെ വായിൽ നിന്നും മാത്രം തിന്ന് വസിച്ചവന്. ഏലിയാവ് വലിയ കൊഴുത്ത് തടിച്ചിരിക്കുകയായിരുന്നു. രാജാവ് പട്ടിണി കിടന്നപ്പോഴും രാജാവിൻ്റെ വീട്ടിൽ നിന്ന് കംപ്ലീറ്റ് എടുത്തുകൊണ്ട് പോരുന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനൊന്നും അല്ല. ഒരു കാക്കയുടെ ചുണ്ടത്ത് കൊള്ളുന്നത് കൊണ്ട് മാത്രമാണ് ഏലിയാവ് ജീവിച്ചത്. വെജിറ്റേറിയൻ ആയിരുന്നു, നോൺ വെജിറ്റേറിയൻ ആയിരുന്നു, അപ്പം ഉണ്ടായിരുന്നു, ഇറച്ചി ഉണ്ടായിരുന്നു എന്ന് സൂക്ഷ്മമായിട്ട് പറയുന്നു. ഒരു കാക്കയുടെ ചുണ്ടത്തൊതുങ്ങുന്നത് കൊണ്ട് മാത്രം ഉപജീവനം കഴിച്ചവനായ ഏലിയാവ് ഭാഗികമായ ഉപവാസം, 100% ഉപവാസമല്ല, തനിക്ക് കെരീതിൻ്റെ തീരത്ത് ജീവിച്ചിരിക്കേണ്ടതിന് ആവശ്യമുള്ള അല്പമാഹാരവും അല്പം വെള്ളവുമായി ജീവിച്ചവനായ ഏലിയാവ് ഇന്നിതിനകത്തിരിക്കുന്ന ദൈവപൈതലേ, ജീവിക്കുവാൻ ആവശ്യമുള്ളത് ഭക്ഷിച്ചുകൊണ്ട് ഉപവസിക്കേണ്ട സമയങ്ങളിൽ ഉപവസിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എസ്തറിന് ഒരു 3 ദിവസം പച്ചവെള്ളം കുടിക്കാതെ ഉപവസിക്കുവാൻ കഴിഞ്ഞു. ഏലിയാവിന് ഒരു 21 ദിവസം ആഹാരം കഴിച്ചുകൊണ്ട്, വെജിറ്റേറിയൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുവാൻ കഴിഞ്ഞു. നിങ്ങളും ദൈവവും തമ്മിലൊരു ബന്ധം വെച്ചുകൊണ്ട് ഇന്ന് പകൽ കർത്താവേ, ഏലിയാവ് ഉപവസിച്ചതുപോലെ ദൈവസന്നിധിയിൽ ഉപവസിപ്പാൻ എനിക്ക് കൃപ തരണമേ എന്ന് പറയുക.
ഉപവാസത്തിന്റെ ശേഷം സറാഫത്തിലെ വിധവയുടെ വീട്ടിൽ മാതൃകാ ജീവിതം ചെയ്തവൻ. ഇതൊക്കെ വിശദീകരിക്കാനുണ്ട്, പക്ഷെ അതിനൊന്നും നേരം ഞാൻ എടുക്കുന്നില്ല. കരീത് തോട്ടിൽ നിന്ന് മാറി സാറഫത്തിലെ വിധവയുടെ വീട്ടിൽ ക്രിസ്തീയ ജീവിതം, ജയജീവിതം നയിച്ചവൻ, മാതൃകാ ജീവിതം നയിച്ചവൻ, സാറഫത്തിലെ ശക്തികളെ അതിജീവിച്ചവൻ. അതാണ് വലുത്. ഇസബേൽ യഹൂദ നാട് വാഴുകയാ. ഇസബേലിന്റെ അപ്പൻ സാറാഫത്തുകാരനാ. ഇവിടെയുള്ള ശക്തികളെയാണ് അവൾ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്ന് ആ ശക്തികളെ ചവിട്ടുവാൻ കഴിഞ്ഞവൻ. അവിടെ കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഹെഡ്ക്വാർട്ടേഴ്സിൽ കയറി ശക്തികളെ ചവിട്ടിയവൻ. കർത്താവ് പറഞ്ഞു, പ്രായോഗികമായി ഫീൽഡിൽ വെളിപ്പെടുത്തുന്നതിന് മുന്നമേ ഞാൻ നിന്നെ സാറാഫത്തിലേക്ക് അയക്കുകയാണ്, അവന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അയക്കുകയാ. പല ഹെഡ്ക്വാർട്ടേഴ്സിലും കയറി ഇറങ്ങുവാൻ ദൈവം കൃപ തന്നവർക്കായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ ഒന്ന് ചെയ്യുവാൻ കർത്താവ് നമ്മെ ഒന്നുകൂടെ അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിയവൻ, കാക്കയുടെ കയ്യിൽ നിന്നും വാങ്ങിയവൻ, ചൂരച്ചരുടെ തണലിൽ കരഞ്ഞുകൊണ്ടിരുന്നവൻ, 40 രാപകലുകൾ ദൈവം കൊടുത്ത ഒറ്റ ആഹാരത്തിന്റെ ബലം കൊണ്ട് നടന്നവൻ. എന്ന് പറഞ്ഞാൽ 40 ദിവസം കംപ്ലീറ്റ്ലി ഉപവസിക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടപ്പോൾ നടന്നുകൊണ്ട് ഉപവസിച്ചവൻ. ദൈവം കൊടുത്ത ഒരൊറ്റ ആഹാരത്തിന്റെ ബലം കൊണ്ട് ആദ്യമേ കാക്കയുടെ കയ്യിൽ നിന്ന് അപ്പവും ഇറച്ചിയും വാങ്ങി തിന്നുകൊണ്ട് ഉപവസിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം ദൈവം കൊടുത്ത ഒരാഹാരം കൊണ്ട് 40 രാവും 40 പകലും നടന്നവൻ. ഒരിടത്തിരിക്കുകയല്ലായിരുന്നു, നടന്നവൻ. ആഹാബിന്റെ രഥത്തിന് മുമ്പേ ഓടിയുവാൻ ശക്തി ലഭിച്ചവൻ. അഭിഷേകം ഒരുവനിൽ നിന്ന് വേറൊരുവനിലേക്ക് കൈമാറിയവൻ. ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൈവം എന്നെ ഏൽപ്പിച്ചത് വേറൊരാളിന് കൈമാറാൻ കഴിയാതെ ഞാൻ മരിക്കുന്നുവെങ്കിൽ ആത്മീക സമൃദ്ധിയിൽ മരിച്ചു എന്ന് വരും. അതരുതേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. തവ എൻ്റെ മേൽ പകർന്നത് വേറൊരാൾ എൻ്റെ മേൽ പകരുവാൻ കൃപ തരണം. അങ്ങയുടെ മേൽ ഉണ്ടായിരുന്നത് അങ്ങ് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ടാണ് പോയത്. ഏലിയാവിൻ്റെ മേൽ ഉണ്ടായിരുന്നത് ഏലീശയ്ക്ക് കൈമാറിയിട്ടാണ് പോയത്. അഭിഷേകം പ്രാപിച്ചവനും അഭിഷേകം കൈമാറിയവനുമായിരുന്നു ഏലിയാവ്. നമുക്ക് സമസ്വഭാവമുള്ളവനായിരുന്നു. ഏലിയാവിന്റെ മാനദണ്ഡത്തിൽ വന്ന് നിന്നുകൊണ്ട് ദൈവത്തിങ്കൽ നിന്ന് പ്രാപിക്കേണ്ടതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് കൈവപ്പ് കൊണ്ട് സഭയുടെ ഗുണങ്ങൾ ഇന്ന് കൈവെക്കപ്പെടുന്നവരുടെ മേൽ പകരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു പാത്രമുള്ളവർ മാത്രമേ ഇതിനകത്ത് പങ്കെടുക്കാവൂ എന്ന് ഞാൻ ഹംബിളി അപേക്ഷിക്കുന്നു. കരുത് ഏത് അധമനും പാപിക്കും കൊണ്ടു നടക്കാവുന്നതല്ല. ദൈവത്തിന്റെ കൃപയുടെ ഉള്ളിൽ വന്നവർക്ക് മാത്രമുള്ളതാണിത്. പിന്നെ അല്ലാത്തവരുടെ മേൽ കൈവെക്കത്തില്ലേ? കൈവെക്കും. ആരെൻ്റെ മുമ്പിൽ വന്നാലും മനുഷ്യനൊന്നും വേണമെന്നല്ല, പാവ കൊണ്ട് പിടിച്ചാലും ഞാൻ കൈവെക്കാം. നോ ഡൗട്ട്. പാവ കൊണ്ട് പിടിച്ചാലും. പണ്ട് സുനിൽ പാസ്റ്റർ പറഞ്ഞൊരു വാചകം ഓർമ്മയുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ ആ വീടിന് സമാധാനം പറയണം. ഒരു സമാധാന പുരുഷൻ അവിടെ ഉണ്ടെങ്കിൽ അവൻ്റെ മേലെ സമാധാനം പോകും. ഒരു പാവയാ വീട്ടിലുള്ളതെങ്കിലോ സമാധാനം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോകും. അത് അർഹിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അവൻ്റെ മേൽ വ്യാപരിക്കും, അവളുടെ മേൽ വ്യാപരിക്കും. അത് അർഹിക്കുന്ന ഒരു വ്യക്തി ഇല്ലെങ്കിൽ അവരുടെ മേൽ വ്യാപരിക്കത്തില്ല. ദൈവത്തിൻ്റെ കരുണയാൽ 1975 മുതൽ ഔദ്യോഗികമായി വിദേശയാത്രകൾക്ക് പോകുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. സുനിൽ പാസ്റ്റർ തൊട്ടതുകൊണ്ട് ഞാൻ ഇത്രയും മാത്രമേ എടുത്തു പറയുക. വിദേശയാത്രകൾക്ക് പോകുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ പണം ദൈവം എൻ്റെ കയ്യിൽ തന്നു. ദൈവനാമ മഹത്വത്തിന് വേണ്ടി സഭയെ കൊണ്ട് ഏൽപ്പിക്കുവാനും കർത്താവ് കൃപ തന്നു. ഞാൻ അതിൻ്റെ വലിയ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. വലിയ വിശദീകരണം തെറ്റാ. പക്ഷേ ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണോ ഒരഭിഷേകത്തിൻ്റെ കൈമാറ്റം നടക്കും. ഞാൻ ആദ്യമേ യാത്ര ചെയ്തേച്ച് തിരിച്ചു വന്ന് ചർച്ചിനോട് കണക്ക് തീർക്കുമ്പോൾ എൻ്റെ ഇത്ര കിട്ടി, തേണ്ടിതേ എന്ന് പറഞ്ഞ് അവരുടെ കയ്യിലോട്ട് ഏൽപ്പിക്കുന്ന സമയത്ത് ഞാനൊരു കുറച്ച് പൈസ ഇന്ത്യൻ കറൻസി കൊടുത്തു. എത്ര ആയിരുന്നു ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. മിക്കവാറും ഒരു 100 രൂപ ആയിരിക്കണം. ഒരു 100 രൂപ ആയിരിക്കണം. ഞാൻ അമേരിക്കയിലായിരുന്ന സമയത്ത് ഒരിക്കൽ മുടി വെട്ടിച്ചു. മുടി വെട്ടിക്കാൻ അന്ന് എൻ്റെ ഓർമ്മയിൽ ഏതാണ്ട് $12. അന്നൊരു ഡോളറിന് 8 രൂപയുണ്ട്. $12 എടുത്ത് മുടി വെട്ടിച്ചു. ഞാൻ ഇന്ത്യയിൽ വന്ന് എൻ്റെ ഇന്ത്യൻ ശമ്പളത്തിൽ നിന്ന് 100 രൂപ എടുത്ത് 96 കൊടുക്കേണ്ടത് തിരിച്ചു കൊടുത്തു. അന്ന് കോശി ബ്രദറാണ് പറഞ്ഞത്, വേണ്ട ഇത് കയ്യിലിരിക്കട്ടെ. ഞാൻ പറഞ്ഞു, കോശി ബ്രദറെ ദയവ് ചെയ്തത് പറയരുത്.
കാര്യം ഇതെൻ്റെ പേഴ്സണൽ ഉപയോഗത്തിന് വേണ്ടി എനിക്ക് കിട്ടിയതാണ്. എന്നെ ഇത് പഠിപ്പിച്ചത് ഇന്ത്യൻ എയർഫോഴ്സാണ്. എയർഫോഴ്സ് എന്നെ ആദ്യമേ അമേരിക്കയ്ക്ക് വിടുന്ന സമയത്ത് കയ്യിൽ കിട്ടിയ ഗിഫ്റ്റ് തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ടൈപ്പിന്, എൻ്റെ പേരൊക്കെ എഴുതിയ ടൈപ്പിന്, പുസ്തകങ്ങൾ, ഡേറ്റ ബുക്സ്, ഇങ്ങനെയുള്ളത് ഞങ്ങൾക്ക് പേഴ്സണലി കിട്ടിയ ഗിഫ്റ്റ് തിരിച്ച് എയർഫോഴ്സിന് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് കിട്ടിയ പേഴ്സണൽ ഗിഫ്റ്റാണ്. അന്ന് ആ ഓഫീസർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നമ്മുടെ മാനദണ്ഡത്തിന് ഇച്ചിരി താണതാണെങ്കിലും പരിമിതമാണ്, അതുകൊണ്ട് ഞാൻ പറയാം. അദ്ദേഹം ചോദിച്ചു, നിന്റെ അമ്മാച്ചനെ കണ്ടുകൊണ്ട് തന്ന ഗിഫ്റ്റ് ആണോടാ? നീ ഇന്ത്യൻ എയർഫോഴ്സിനെയാണ് പ്രതിനിധീകരിക്കുന്നത്, അതുകൊണ്ട് നിനക്ക് കിട്ടിയ ഗിഫ്റ്റ് എയർഫോഴ്സിൽ ഇരിക്കേണ്ടതാ. ലൈബ്രറിയിലോട്ട് വെച്ചേക്കാൻ പറഞ്ഞു. അവരുടെ ഷോറൂമിൽ ഇരിപ്പുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഡോക്ടർ PG വർഗീസിൻ്റെ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചു. ആർട്ടിക്കിൾ അല്ലായിരിക്കും, മേ ബി എ പേഴ്സണൽ ലെറ്റർ. അദ്ദേഹം അയച്ച ഒരു ലെറ്റർ എനിക്ക് കിട്ടി. അദ്ദേഹം എന്നോട് പറഞ്ഞു, വർഗീസെ, എൻ്റെ കയ്യിൽ കിട്ടിയത് മുഴുവനും ഞാൻ എൻ്റെ ഓർഗനൈസേഷന് കൊടുത്തു, ഇൻക്ലൂഡിങ് എവറി സിംഗിൾ ഗിഫ്റ്റ്. അത് ഞാൻ നെഹ്റുവിൻ്റെ എന്ന് പഠിച്ചതാണ്. ആ മഹാനായ മനുഷ്യൻ ഈ ചിന്തയുണ്ടായിരുന്നുവെന്ന് PG എഴുതിയപ്പോഴാണ് അറിയുന്നത്. അത് ഞാൻ നെഹ്റുവിൻ്റെ എന്ന് പഠിച്ചതാണ്. ഞാൻ ഏതെങ്കിലും ഒരു രാജ്യം വിസിറ്റ് ചെയ്യുമ്പോൾ അവരെനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നാൽ അത് എൻ്റെ പേർക്കല്ല, എൻ്റെ രാജ്യത്തെ മാനിച്ച. സാമ്പത്തിക ഇടപെടലുകളിൽ ദൈവത്തോടും മനുഷ്യരോടും നീതി പുലർത്തുവാൻ കഴിയുന്നവരുണ്ടോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. 1990 ഇവിടെ ഒരു ഭയങ്കര എൻക്വയറി നടന്നു, വലിയ ഭയങ്കര എൻക്വയറി. ED, CBI എല്ലാം അതിനകത്ത് ഇൻവോൾവ്. ഉഗ്രൻ എൻക്വയറി എല്ലാം നടന്ന ശേഷം അദ്ദേഹം അവരെന്നോട് പറഞ്ഞ വാചകം, യു ഓൾസോ ഹാഡ് സം ബെനിഫിറ്റ്. ഞാൻ പറഞ്ഞു, എന്നാ ബെനിഫിറ്റ്? നിങ്ങളല്ലേ ഈ കംപ്ലീറ്റ് ഓഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് എൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയത്. അപ്പോൾ അയാൾ പറഞ്ഞു, അല്ലടാ, നീ പോയ രാജ്യങ്ങളൊക്കെ കണ്ടില്ലേ? ഞാൻ കണ്ടു, അത് നിൻ്റെ ബെനിഫിറ്റ്. കണ്ടതാ നിൻ്റെ ബെനിഫിറ്റ്. നാം ദൈവസന്നിധിയിൽ ഒരു പ്രതിഷ്ഠ എടുക്കുന്നെങ്കിൽ സുവിശേഷം വിൽക്കാനല്ല, ശുശ്രൂഷ വിൽക്കാനല്ല, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ. അതിൻ്റെ അർത്ഥം ഞാൻ ഒട്ടും മെലിഞ്ഞു പോയെന്നല്ല, എന്നെങ്കിലും ഒരു ദിവസം പട്ടിണി കിടന്നെന്നല്ല. നോ, എന്നെ നടത്തുവാൻ ദൈവത്തിനറിയാം, ഞാൻ ദൈവത്തെ സേവിക്കുന്നു. പല പ്രിയപ്പെട്ടവരും സുവിശേഷത്തിന് വിരോധമായി സംസാരിക്കുന്നവരുണ്ട്. പണം ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ പണം വാങ്ങിക്കരുതെന്ന് പറയുന്നവരുണ്ട്. ഞാനൊന്ന് അധികം മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ക്യാപ്റ്റൻ AM ഷാമുവേൽ ജീവനോട് ഇരുന്ന കാലം ദാരിദ്ര്യത്തിൻ്റെ ആത്മാവാണ് വേണ്ടതെന്ന് പറഞ്ഞ് അദ്ദേഹം പ്രസംഗിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന പലരും അദ്ദേഹത്തിൻ്റെ മെസ്സേജിൻ്റെ കട്ടിങ്ങുകൾ എടുത്ത് എനിക്ക് അയക്കാറുണ്ടായിരുന്നു. കൊറോണ വന്നപ്പോൾ ഇവർ പലരും എന്തെങ്കിലും സഹായിക്കണമെന്ന് തിരിച്ചു പറഞ്ഞപ്പോൾ ക്യാപ്റ്റനോട് ചോദിക്കാൻ ഞാനും പറഞ്ഞു, ദാരിദ്ര്യത്തിൻ്റെ ആത്മാവല്ല വേണ്ടത്, ഇഷ്ടം പോലെ ആയല്ലോ. ഇന്നും എൻ്റെ ഇരിപ്പുണ്ട് ഒരു 4 SMS ഒരൊറ്റയാളിൻ്റേത്. എങ്ങനെയെങ്കിലും എനിക്ക് ഇന്ന് കാശ് കിട്ടിയാൽ പറ്റൂ, എനിക്ക് കുറച്ച് കാശ് തരണം പറഞ്ഞ് ക്യാപ്റ്റനോട് ചോദിച്ചു, ഞാൻ എന്നാ വേണം? കാര്യം ദാരിദ്ര്യത്തിൻ്റെ ആത്മാവിനെയായിരുന്നു തനിക്ക് വേണ്ടത്. തമ്പുരാനത് ഇഷ്ടം പോലെ തന്നു. എൻജോയ്. ഞാൻ ദൈവത്തോട് ചോദിച്ചത് ധനസമൃദ്ധിയിൽ നിന്ന്, ദൈവിക സമൃദ്ധിയിൽ നിന്ന്, സ്വർഗീയ ഭണ്ഡാരത്തിൽ നിന്ന്. എനിക്ക് വേണ്ടിയല്ല, ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി. വാങ്ങിക്കുന്നവർക്കായി സ്തോത്രം. താല്പര്യമുള്ളവർക്ക്, ഇന്ന് ശുശ്രൂഷകന്മാർക്ക് ഒരു കൈവപ്പിന് താല്പര്യമുണ്ടെങ്കിൽ ഈ ആശയത്തിലായിരിക്കും നിങ്ങൾക്കത് ലഭിക്കുന്നത്. സ്വയമായി ഒരു മാനം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, സത്യമായിട്ടുമില്ല. ഞാനൊരു മാനം ആഗ്രഹിച്ചിട്ടില്ല, ഒരു സ്ഥാനം ആഗ്രഹിച്ചിട്ടില്ല. അസംബ്ലീസ് ഓഫ് ഗോഡിൽ ഞാൻ നിൽക്കുന്ന സെൻട്രൽ ഡിസ്ട്രിക്റ്റിൽ നിശ്ചയമായും ഞാൻ സീനിയർ ശുശ്രൂഷകന്മാരിൽ ഒരാളാണ്. ഒരൊറ്റ മീറ്റിങ്ങിന് എനിക്ക് ഒരു സ്ഥാനം വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, അതുകൾക്ക് പോകാറുമില്ല. ദൈവം എന്നെ ആക്കിയത് ഇവിടെ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവിടെ നിൽക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഇനി അങ്ങോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. വ്യക്തി ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധം. 2, ഇമോഷൻസ്. അഭിഷേകത്തെ ഇമോഷനുമായി ഞാൻ ഒരിക്കലും ബന്ധപ്പെടുത്തിയിട്ടില്ല. നിങ്ങളാരും എന്നോട് പ്രയാസം തോന്നരുത്. ഞാൻ ആരെങ്കിലും ഒരാളിനെ മുറിപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. സാധാരണഗതിയിൽ പ്രസംഗങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ കീബോർഡ് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഞാൻ വരുമ്പോൾ ദയവ് ചെയ്ത് വെക്കല്ലേ. എൻ്റെ വാക്കുകൾക്കകത്ത് ഇമോഷൻസ് പാടില്ല. വികാരങ്ങൾ കൊണ്ട് ആളുകളെ ഇളക്കാനല്ല, പകരം എൻ്റെ വാക്കുകളിൽ അഭിഷേകമുണ്ടെങ്കിൽ ജനമിളകും, ഇല്ലെങ്കിൽ ഇളകരുത്. ഇമോഷൻസ് താഴെപ്പോവും. ഇവിടെ വരുന്നവരെല്ലാം ഈ മീഡിയ സെക്ഷനിലൊക്കെ ഇരിക്കുന്നവരോട് ചോദിച്ചറിയാം, ഇവിടെ വരുന്നവരെല്ലാം വോളിയം അപ്പെന്ന് കാണും. ഞാൻ അവരോട് പറഞ്ഞിട്ട്, കുഞ്ഞെ, കംഫർട്ടബിൾ ലിസണിങ് വോളിയം, അതിൻ്റെ മേളിൽ പോകല്ലേ.
കാര്യം ഇമോഷൻസ് കൊണ്ട് ആളുകളെ ഇളക്കുന്നതല്ല സുവിശേഷം. ഇമോഷൻസ് കൊണ്ട് ആളുകളെ മുന്നോട്ട് കൊണ്ടുവരുന്നതല്ല സുവിശേഷമല്ല. അത് പരാജയമായിരിക്കും. ആരും നിലനിൽക്കുകയില്ല. സ്വർഗത്തിൽ എനിക്കെതിരെ പിശാച് കംപ്ലൈന്റ് കൊടുത്തിരിക്കും. ഇന്ന് പകൽ കൈവപ്പ് പ്രതീക്ഷിക്കുന്നവർ ഇതെല്ലാം ഓർത്തോണം. ഇമോഷൻസ് ആർ ഡിഫറെന്റ്, അനോയിന്റിങ് ഇസ് ഡിഫറെന്റ്. അഭിഷേകവും ഇമോഷനും രണ്ടാണ്. വികാരങ്ങളെ ഇളക്കുന്നതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ആത്മാവിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങുക. അങ്ങനെ ഇറങ്ങാൻ താല്പര്യമുണ്ടോ? സഭകൾ വളർന്നിരിക്കും, ആത്മാക്കൾ വിടുവിക്കപ്പെട്ടിരിക്കും, ദൈവം നിങ്ങളെ മാനിച്ചിരിക്കും, ഉന്നതമായ നിലയിലേക്ക് പോകുവാനായി കഴിയും. നമുക്ക് ഇത്രകാരം ഒരു അഭിഷേകത്തിലേക്ക് പോകുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ തരട്ടെ. തുടർന്ന് ഞാൻ എൻ്റെ പിക്ചറിലൂടെ യാത്ര ചെയ്യുവാനായി താല്പര്യപ്പെടുന്നു. ഓക്കെ, വളരെ വേഗത്തിൽ ഞാൻ ഇതങ്ങ് പറഞ്ഞു നിർത്താം, എന്നിട്ട് കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങാം. അധികം നേരം ഞാൻ എടുക്കത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. 1, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. 2, ഞാൻ നിങ്ങളെ ആക്കി വെച്ചു അഥവാ അഭിഷേകം ചെയ്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനാണ് നിങ്ങളെ അഭിഷേകം ചെയ്തത്. ഇന്ന് ഒരു അഭിഷേകം അല്ലെങ്കിൽ ഒരു കൈവപ്പ് വേണം. എന്തിനു വേണ്ടി? പോയി ഫലം കായ്ക്കുവാൻ. ഡൽഹിയിലടുത്ത് പ്രവർത്തിക്കുന്ന തോമസ് ജോർജിനെ നമ്മിൽ പലരും കണ്ടിട്ടുണ്ട്. താൻ ലോകപ്രസിദ്ധനാണ്, ഇന്ത്യയിൽ പ്രസിദ്ധനാണ്, വലിയ ചർച്ച ഉള്ളതുകൊണ്ട്. തോമസ് ജോർജ് ആദ്യമേ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി എൻ്റെ അടുക്ക് വരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. 2-3 പേര് മാത്രം തൻ്റെ ഭവനത്തിൽ കൂടുകയും അവർക്ക് വേണ്ടി മാത്രം ബൈബിൾ ക്ലാസ് എടുക്കുകയും ചെയ്യുന്ന ഒരു കാലം. തന്നൊരു പ്രോമിസിങ് ബിസിനസ്സുകാരനായിരുന്നു. മാരുതി 800 ടൈപ്പ് കാറിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു ബ്രാക്കറ്റ് ഉണ്ടാക്കുവാൻ കമ്പി വളയ്ക്കുന്ന ആ ജോലി സബ് കോൺട്രാക്ടറായി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. നന്നായി ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഞങ്ങളുടെ കൂടെ കൂടിയതാണ്. എന്നോട് പറഞ്ഞു എനിക്കൊരു അഭിഷേകം വേണം. ഞാൻ ചോദിച്ചു, തോമസ് ജോർജ്, നിനക്ക് ചർച്ചുണ്ടോ, പാസ്റ്ററുണ്ടോ, എന്തുണ്ടോ, നീ എന്തിൻ്റെ അഭിഷേകം എന്ന് പറഞ്ഞാൽ? എനിക്ക് ചർച്ചില്ല, പക്ഷേങ്കിൽ ചർച്ച് ഓഫ് ഗോഡിൻ്റെ മെമ്പറാണ് ഞാൻ, സുവിശേഷ വേല ചെയ്യുന്നുണ്ട്, 2-3 പേർക്കൊക്കെ ബൈബിൾ ക്ലാസ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞു, നിനക്ക് ഇന്നൊരു അഭിഷേകം, നിനക്ക് വേണ്ടത് ഒരു ഹൈഡ്രോളിക് എക്യുപ്മെൻ്റ്. ഇവിടെ കിടന്ന് ഉറങ്ങുന്നവന് അഭിഷേകത്തിൻ്റെ ആവശ്യമില്ല. കിടന്ന് ഉറങ്ങുന്നവന് തലവണയും പായുമാണ് വേണ്ടത്. ബിസിനസ് ചെയ്യുന്നവന് നിനക്കൊരു ഹൈഡ്രോളിക് മെഷീനാണ് വേണ്ടത്. നിനക്ക് എന്നെ എടുക്കാൻ അഭിഷേകം. പോയി ഫലം കായ്ക്കേണ്ടവർക്കാണ് ഒരു അഭിഷേകം. ഇന്ന് പകൽ കൈവപ്പിന് വേണ്ടി താല്പര്യപ്പെടുന്ന ദൈവവേദനെ പോയി ഫലം കായ്ക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടോ? ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ പോലെ അയച്ചാൽ, സാഹചര്യങ്ങൾ നോക്കാതെ തിരിച്ചു ഒന്നും പറയാതെ പോകാൻ തയ്യാറുള്ളവരുണ്ടോ? അവർക്കാണ് ഒരു കൈവപ്പിൻ്റെ ആവശ്യം. പ്രതിസന്ധികളുടെ മുമ്പിൽ ദൈവം എന്നെ നിർത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പോയി ഫലം കായ്ക്കാനാണ് ഓർഡിനേഷൻ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല. 1, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. 2, ഐ ഹാവ് ഓർഡൈൻഡ് യു. എന്തിനൊക്കെ വേണ്ടിയാണ് ഓർഡൈൻ ചെയ്തത്? 1, നിങ്ങൾ പോയി ഫലം കായ്ക്കുവാൻ. 2, നിങ്ങളുടെ ഫലം നിലനിൽക്കുവാൻ. ചിലതിനെ 6 മാസം കാണാം, ചിലതിനെ 8 മാസം കാണാം, ചിലരെ 5-6 വർഷമൊക്കെ കാണാം. ഞാൻ സാധാരണ പറയാറുണ്ട്, 20 വർഷം വരെ പെന്തക്കോസ്തിന്റെ പാസ്റ്റേഴ്സായി നിന്നവരെ തമ്പുരാൻ വലിച്ചു കീറി എറിഞ്ഞ ചരിത്രം ഇന്ന് കണ്ട് നിങ്ങളുടെ കൺമുൻപിൽ കിടക്കുക. നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന് ഞാൻ നിങ്ങളെ അഭിഷേകം ചെയ്യും. ഇന്ന് പകൽ ഇവിടുന്ന് വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്, നിശ്ചയമായി നടന്നിരിക്കും. ദൈവമാണ് തിരഞ്ഞെടുക്കുന്നത്, ദൈവമാണ് അഭിഷേകം ചെയ്യുന്നത്. എന്തിനു വേണ്ടി? 1, പോയി ഫലം കായ്ക്കുവാൻ. 2, ഫലം നിലനിൽക്കുവാൻ. 3, നിങ്ങൾ ചോദിക്കുന്നത് കർത്താവ് നിങ്ങൾക്ക് തരുവാൻ. എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നത് തരുവാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല. മുന്നോട്ട് മാറുവാൻ കഴിവില്ലെന്ന് തോന്നുന്ന ദൈവ പൈതലേ, ഒരഭിഷേകത്തിൻ്റെ കുറവാണെങ്കിൽ ഈ പകൽ അത് ലഭിക്കാൻ പോകുകയാ. നിങ്ങൾ പോയി ഫലം കായ്ക്കും, നിങ്ങളുടെ ഫലം നിലനിൽക്കും. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നത് പിതാവ് നിങ്ങൾക്ക് നൽകേണ്ടതിന് താൻ നിങ്ങളെ അഭിഷേകം ചെയ്ത് അയക്കുക. ഇന്ന് പകൽക്കാലത്തെ അഭിഷേകത്തിനകത്ത് സഭയുടെ തത്വത്തിലും പ്രിൻസിപ്പിളും നിൽക്കുവാൻ താല്പര്യപ്പെടുന്നെങ്കിൽ സഭയുടെ അഭിഷേകത്തിന് അർത്ഥമുണ്ട്. ഇതായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6:70 യേശു അവരോട് പറഞ്ഞ ഒരു കാര്യം മറക്കരുത്. നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ, എങ്കിലും നിങ്ങൾ ഒരുത്തനൊരു പിശാചാകും. 6-ാം അധ്യായത്തിന്റെ
15-ാം അധ്യായത്തിലാണ് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ്. 6-ാം അധ്യായത്തിൽ പറഞ്ഞ് ഞാൻ 12 എണ്ണത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ, ഇതിൽ ഒന്നൊരു പെശകന്. സത്യത്തിലെ പെശകിന്റെ ആത്മാവ് കേവലം യൂദായിൽ മാത്രമല്ലായിരുന്നു, വിശുദ്ധ പത്രോസിലുണ്ടായിരുന്നു. എൻ്റെ അകത്തുണ്ടായേക്കാം, നമ്മിൽ പലരുടെയും അകത്തുണ്ടായേക്കാം. പത്രോസ് ആ നെഗറ്റീവ് സ്പിരിറ്റിനെ താവോട്ട് കൊണ്ടുവന്നു. യൂദ ആ നെഗറ്റീവ് സ്പിരിറ്റിനെ വളർത്തി. എൻ്റെ കയ്യിൽ നെഗറ്റീവ് സ്പിരിറ്റ് കണ്ടെന്ന് വരാം. പത്രോസ് ഓൾമോസ്റ്റ് വീണതാ. യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ തലേ ദിവസം വന്നപ്പോൾ ഇവർ രണ്ടുപേരും ഏറെക്കുറെ ഒരേ പടിയിലായതാ. പക്ഷെ യേശു അവസാനമായി ഒന്നുകൂടെ നോക്കി. ആ ഒറ്റ നോട്ടം പത്രോസ് രക്ഷപ്പെട്ടു. ഒറ്റ നോട്ടം. യൂദായോട് ചോദിച്ചു, സ്നേഹിത, ചുമ്മനം കൊണ്ടാണോ മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്നത്? നോട്ടമല്ല, സ്നേഹിത എന്ന് വിളിയും ചോദ്യവും ഉയർന്നിട്ടും അവനവൻ്റെ ഹൃദയത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടച്ചു, നാശത്തിൽ വീണു. സമയം കഴിഞ്ഞിട്ട് മാനസാന്തരപ്പെട്ടിട്ട് അർത്ഥമില്ല. സമയം കഴിഞ്ഞിട്ട് മാനസാന്തരപ്പെട്ടത് കൊണ്ട് വിടുതലില്ല. പത്രോസ് സമയത്തിൻ്റെ ലാസ്റ്റ് സെക്കൻഡിൽ ഒരു മാനസാന്തരത്തിലേക്ക് വരികയും ശ്രേഷ്ഠതയേറിയ അപ്പോസ്തലന്മാരിൽ ഒരുവനായി ദൈവം അദ്ദേഹത്തെ ഉയർത്തുകയും ചെയ്തു. പത്രോസിനെ ദൈവം തിരിച്ചു കൊണ്ടുവരുന്നതിനെ കുറിച്ചൊരാശയം ഇങ്ങനെയുണ്ട്, വേഗത്തിൽ അങ്ങ് പറഞ്ഞു വിടാം. പത്രോസും യേശുവും തമ്മിൽ അവസാനം കണ്ടത് ആ മഹാപുരോഹിതന്റെ വീട്ടിൽ നിന്ന് പത്രോസിനെ ഒന്ന് നോക്കുമ്പോൾ കണ്ടതാ. പിന്നെ പുള്ളി ഒളിച്ചു പാത്ത് പതുക്കെ പുറകിലായിരുന്നു. ക്രൂശിന്റെ ചുവട്ടിലെങ്ങും വന്നിട്ടില്ല, ക്രൂശിന്റെ അടുത്തെങ്ങും വന്നിട്ടില്ല. ഇവർ തമ്മിൽ അവസാനം കാണുന്നത് ആ നോട്ടത്തിലാ. ആ നോട്ടം പത്രോസിനെ തൊട്ടു. എന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശു മറിയമാർക്ക് പ്രത്യക്ഷനായ ശേഷം ആ മറിയമാരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോടും പത്രോസിനോടും ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറ. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ വാ കൊണ്ട് ആദ്യം ഉച്ചരിക്കുന്ന പേര് പത്രോസിൻ്റെ പേരാ. നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോടും പത്രോസിനോടും. ഇച്ചിരൂടെ കൂടുതൽ വിശദീകരണം ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ആദ്യം ഉപയോഗിക്കുന്ന പേര് പത്രോസിൻ്റെ പേരാ. ഇത് കഴിഞ്ഞ് പത്രോസ് അതുവഴിയും ഇതുവഴിയും ഒക്കെ നടക്കുമ്പോൾ കടൽ തീരത്തിട്ട് പത്രോസിനെ പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, പറ, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? കാര്യം പിന്നെയും ജനത്തെയും കൊണ്ട് പിന്മാറ്റത്തിൽ പോയത് ഇതേ പത്രോസാ. അങ്ങേരുടെ അകത്ത് ഇപ്പോഴും അങ്ങോട്ട് സ്റ്റേബിൾ ആയിട്ടില്ല. യേശുവിനെ അനുഗമിച്ചത് സത്യമാണ്, എന്നാലും 10-40 ദിവസം കാണാതിരുന്നതോടെ തൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകാം, നിങ്ങൾക്ക് എന്നാ തോന്നുന്നു? അവർ പറഞ്ഞു, ഞങ്ങളും പോരുക, ഒരു പിന്മാറ്റക്കാരനൊന്ന് എഴുന്നേറ്റ് കിട്ടിയാൽ മതി, ബാക്കി എല്ലാം പിന്മാറും. എല്ലാത്തിനെയും കൂടെ കൊണ്ടുപോയി. യേശു എല്ലാത്തിനെയും കൂടെ കരയ്ക്ക് വിളിച്ചു കൂട്ടിയേച്ച് എല്ലാവർക്കും കൂടെ ഒരു കൊച്ചാഹാരമൊക്കെ കൊടുത്ത് ഇന്ന് രാവിലെ കർത്താവിനോട് ഇത് ഇടപെട്ടു കേട്ടോ. ഇന്ന് രാവിലെ ആ ഒരു ഭാഗം ദൈവം എന്നോട് ഇടപെട്ടു. പത്രോസിനോട് പറഞ്ഞു, ഇപ്പം പിടിച്ച മീൻ വല്ലതും ഉണ്ടേ കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാവരോടും പറഞ്ഞു, ഇപ്പം പിടിച്ച മീൻ വല്ലതും ഉണ്ടേ കൊണ്ടുവരാൻ. ഇതെല്ലാം കൂടെ കൊണ്ടുവന്നപ്പം തേണ്ട, നീ കൊണ്ടുവന്നതിന് മുമ്പേ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുക. യേശുവിൻ്റെ കൽപ്പനയ്ക്ക് പുതിയതിനെ കൊണ്ടുവരുന്ന ദൈവവേദന നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചായി വിളിക്കുന്നേ. തൻ്റെ കയ്യിലെല്ലാം ഉണ്ട്. ഓക്കെ, പത്രോസിനോട് ചോദിച്ചു, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു? അദ്ദേഹം പറഞ്ഞു, ശരി, സമ്മതിച്ചു. പുതിയ നിയമസഭയുടെ ഉദ്ഘാടന ദിവസം ഒരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ വാചകം ഞാൻ കോട്ട് ചെയ്യാൻ പോകുകയാണ്. അതെന്നോട് ഇടപെട്ടതല്ല, അദ്ദേഹത്തോട് ഇടപെട്ട് എന്നെ ഓർമ്മിപ്പിച്ചതാ. പുതിയ നിയമസഭയുടെ ഉദ്ഘാടന ദിവസം സ്വർഗത്തിൽ ഒരു തർക്കമുണ്ടായി, ആരായിരിക്കണം ഉദ്ഘാടന പ്രസംഗം നടത്തേണ്ടത്? അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായി, ആരായിരിക്കും ഉദ്ഘാടന പ്രസംഗം നടത്തേണ്ടത്? ഒരാൾ പറഞ്ഞു കാണും, ഹെബ്രിയേലിനെ എങ്ങോട്ട് വിട്, അദ്ദേഹമല്ലേ ഇതുവരെയും സദ്വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വേറൊരാൾ പറഞ്ഞു കാണും, മീഖായേലിനെ അങ്ങോട്ട് വിട്. ആരെങ്കിലും ഒരു എതിർപ്പിന് വന്നാൽ, മഹാപുരോഹിതൻ പോലും മഹാരാജാവ് പോലും ഒരു എതിർപ്പിന് വന്നാൽ പപ്പടകം പോലെ പൊടിക്കുവാൻ. ആ വാചകം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കോശിവൈദ്യന്റെ വാക്കാ. പപ്പടകം പോലെ പൊടിക്കുവാൻ ശക്തിയുള്ളവനല്ലേ, അതുകൊണ്ട് മീഖായേലിനെ തന്നെ വിട്. അന്യോന്യം ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഡിസ്കഷന്റെ ഇടയിൽ നിന്ന് ഒരു വാക്ക് കേട്ടു. അത് യേശുവിൻ്റെ വാക്കാണ്, പത്രോസ്. അവൻ വേണം ഉദ്ഘാടനം ചെയ്യാൻ. വേറെ ആരും ഉദ്ഘാടനം ചെയ്താൽ ശരിയാകില്ല. വീണെങ്കിലും മടങ്ങി വരുവാൻ പ്രാപ്തിയുള്ളവൻ, താണെങ്കിലും ഉയർന്നു വരുവാൻ പ്രാപ്തിയുള്ളവർ ഇനിയുണ്ട്. ഇന്ന് ഇതിനകത്ത് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അബദ്ധങ്ങൾ വന്നെങ്കിലും മടങ്ങി വരുവാൻ തയ്യാറുള്ള ചിലരുണ്ടോ? കർത്താവിന് പറഞ്ഞു, ആ വ്യക്തിയെ ഞാൻ വിടത്തില്ല, ആ വ്യക്തിയെ ഞാൻ തള്ളത്തില്ല, ആ വ്യക്തിയെ ഞാൻ കൊണ്ടു നടക്കും, ആ വ്യക്തിയെ ഞാൻ കൊണ്ടു നടക്കും. ഇന്ന് നമ്മെ കൊണ്ടു നടക്കുവാൻ കഴിയുന്നവനായ ദൈവം, നിങ്ങളെ 12 എണ്ണത്തെ ഞാൻ തിരഞ്ഞെടുത്തല്ലോ,
ഒന്നൊരു പെശകനാ, ഒന്നൊരു പിശാച. ഇത് 16-ാം അധ്യായത്തിൽ പറയുന്ന 6-ാം അധ്യായത്തിൽ പറയുന്നതാ. യൂദായിക്ക് ഇഷ്ടം പോലെ അവസരമുണ്ടായിരുന്നു, ഇഷ്ടം പോലെ അവസരമുണ്ടായിരുന്നു. അവസാനത്തെ അധ്യായത്തിൽ വരെ അവസരം ഉപയോഗിക്കാതെ പോയി. ഇന്ന് പകൽ ഓർഡിനേഷന് വേണ്ടി താല്പര്യപ്പെടുന്നവരെ, ഓർഡിനേഷൻ കഴിഞ്ഞാലും അവസരമുണ്ട്, മറക്കരുത്. നമുക്ക് തന്നിരിക്കുന്ന നന്മ നാം മറക്കരുത്. അതുകൊണ്ട് അബ്രഹാം മുതൽ മോശ വരെയുള്ളവരുടെ ചരിത്രം വേഗത്തിലൊന്ന് എടുത്താൽ, അബ്രഹാമിനെ ദൈവം വിളിക്കുന്ന, അതിനു മുമ്പേ വിളിച്ചവരും വന്നവരും ഒക്കെ ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അബ്രഹാമിനെയാണ് ദൈവം ആദ്യം വിളിക്കുന്നതെങ്കിലും അബ്രഹാം ഒരു ജാതീയനായിരുന്നു. ജാതീയ പാരമ്പര്യത്തിൽ നിന്നു, ജാതീയ മാതാപിതാക്കളാൽ വളർത്തപ്പെട്ടു. തൻ്റെ മകന്റെ വിവാഹം നടന്നപ്പോൾ ജാതീയ രീതിയിൽ നടന്നു. മൂക്കുത്തിയും വളയും കാപ്പും ഒക്കെ ഇട്ടാണ് ഇതിനെ കൊണ്ടുവന്നത്. അവനൊരു ജാതീയ പാരമ്പര്യത്തിൽ നിന്നു. ദൈവത്തിന്റെ വചനം കൈമാറുമ്പോൾ അബ്രഹാമിന് കൈമാറാൻ ദൈവം തയ്യാറായില്ല. ദൈവം അബ്രഹാമിനെ ഉടച്ചു. അബ്രഹാമിനെ ദൈവം ഉടച്ചു. അബ്രഹാമിനെ ദൈവം റീമോൾഡ് ചെയ്തു. ഒത്തിരിയൊക്കെ നന്നായി. ഞാൻ അങ്ങനെ പറയാനൊക്കത്തുള്ളൂ. അല്ലെ നിങ്ങൾ എന്നോട് പറ. broke them, molded them to his fashion. അബ്രഹാം മുതൽ മോശ വരെ ഇങ്ങോട്ട് എല്ലാവരും എടുത്താൽ ഞാൻ അബ്രഹാമിനെ ആദ്യം തൊടുന്നത്. ദൈവത്തിന്റെ ഫാഷനിലേക്ക് മാറ്റുവാൻ ശ്രമിച്ചു. ഒത്തിരിയൊക്കെ മോൾഡ് ചെയ്തു. they came to ഹോരേബ്. അവസാനം അവർ ഹോരേബിലെത്തി. അവിടെ വെച്ച് മോശ ദൈവപ്രമാണത്തിലായി. ദൈവപ്രമാണത്തിലേക്ക് മാറിക്കഴിഞ്ഞ മോശയുടെ കയ്യിലേക്ക് ദൈവം ന്യായപ്രമാണം കൈമാറി. മോനെ വിളിച്ചത് അബ്രഹാമിനെയാ. അദ്ദേഹത്തെ കൊണ്ട് കഴിയാതെ പോയി. തലമുറകൾ അങ്ങനെ ശുദ്ധീകരിച്ചു, ശുദ്ധീകരിച്ച് 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 നിന്റെ ലെവലിൽ വരെ കൊണ്ടുവന്നു. ഇന്ന് നീ ലെവലിലാകയാൽ എൻ്റെ ന്യായപ്രമാണം നിന്റെയിലോട്ട് തരാൻ പോകുകയാ. സ്വർഗത്തിൽ നിന്ന് 2 കൽപ്പലകകളുമായിട്ടാണ് ദൈവം ഇറങ്ങി വന്നത്, മറക്കരുത്. മോശ കൽപ്പലകൾ വാങ്ങുവാൻ വേണ്ടി ദൈവം മുമ്പിൽ വന്ന് നിൽക്കുകയാ. സ്വർഗത്തിൽ നിന്ന് 2 കൽപ്പലകകൾ ദൈവം കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഭാഗം വിശദീകരിച്ചെങ്കിലേ ചിലർക്ക് ഓർമ്മ കിട്ടത്തുള്ളൂ. പ്രാരംഭത്തിങ്കൽ മോശ ഒരു 40 രാപകലുകൾ ഉപവസിച്ച് കഴിഞ്ഞ് ആ 40 രാപകലുകൾക്ക് ശേഷം ദൈവത്തിൻ്റെ കൈകൊണ്ട് എഴുതിയതായ 2 കൽപ്പലകകൾ ദൈവം കൊണ്ടുവന്നു. അകത്തും പുറത്തും എഴുത്തുള്ള കൽപ്പലകകൾ കൊണ്ടുവന്ന് മോശയുടെ കയ്യിലോട്ട് ഏൽപ്പിച്ചു. ഇത് കയ്യിലോട്ട് ഏറ്റുവാങ്ങണമെന്നുണ്ടെങ്കിൽ അബ്രഹാമിൻ്റെ സാഹചര്യത്തിൽ പറ്റത്തില്ല, ആ വേർപാടിൽ പറ്റത്തില്ല, ആ വിശുദ്ധിയിൽ പറ്റത്തില്ല. ദൈവിക മാനദണ്ഡത്തിലേക്ക് വളർന്നേ മതിയാകൂ. ആ മാനദണ്ഡത്തിൽ കൊണ്ടുവന്ന ശേഷം ഇതങ്ങോട്ട് കൈമാറി. മോശയ്ക്ക് വീണ്ടും കയ്യബദ്ധം സംഭവിച്ചു, അത് എറിഞ്ഞുടച്ചു. 2ാമത്തെ പ്രാവശ്യം ദൈവം പറഞ്ഞു, ഇനി ചെയ്യുന്നത് നീ തന്നെ കൽപ്പലക കൊണ്ടുവാ, ഞാൻ എഴുതി തരാം. 2ാമത്തെ പ്രാവശ്യം വീണ്ടും 40 രാപകലുകൾ ഉപവസിച്ചു. അന്ന് മോശ കൽപ്പലക ചെത്തിക്കൊണ്ടുപോയി. ദൈവം എഴുതി കൊടുത്തു. ദൈവത്തിങ്കിൽ നിന്ന് കൽപ്പലക വാങ്ങുവാൻ മോശയുടെ കാലം വരെ ഹി ഹാഡ് ടു റീമോൾഡ് ദം. അവരെ വ്യത്യാസമായ അവസ്ഥകളിലൂടെ നടത്തി അവരെ ഉയർത്തിക്കൊണ്ടുവന്നു. ഞാൻ ആ ചിത്രമാണ് ആദ്യത്തിലെ ഇട്ടത്. അബ്രഹാമിന്റെ കയ്യിലേക്ക് ദൈവം കൈമാറി. ഈ അബ്രഹാമിന്റെ കയ്യിൽ കൈമാറുന്നതിന് മോശയുടെ കയ്യിലേക്ക് ദൈവം കൈമാറി. മോശയുടെ കയ്യിലേക്ക് കൈമാറുന്നതിന് മുന്നമേ പർവ്വതത്തിന്റെ മുമ്പിൽ, ഹോരേബ് പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് തൻ്റെ മേലൊരു അഭിഷേകമുണ്ടായി. ആ അഭിഷേകവുമായി ഇറങ്ങി വന്ന മോശ ചെങ്കടൽ പിളർക്കുവാൻ ശക്തനായി മാറി. ശക്തിയേറിയ അഭിഷേകം തെളിയിച്ചു. ദൈവം നിങ്ങൾ ചിലരെ അഭിഷേകം ചെയ്താൽ അഭിഷേകം തെളിയിക്കുന്നതിനായി സ്തോത്രം. അഭിഷേകം തെളിയിക്കാതെ ആരും മുന്നോട്ട് വളരത്തില്ല. മോശയുടെ മേൽ വ്യാപരിച്ച് അഭിഷേകം മോശ തെളിയിച്ചു. അദ്ദേഹത്തിന്റെ വടി ഉയർത്തുവാൻ ദൈവം ആജ്ഞാപിച്ചു. ഉയർത്തപ്പെട്ട വടിയുടെ മുമ്പിൽ ചെങ്കടൽ 2ആയി. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ചെങ്കടലിന്റെ മുമ്പിൽ മോശ വന്ന് നിൽക്കുകയാണ്. അവർക്ക് ഇരുവർക്കും സംസാരിക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ ചെങ്കടൽ ചോദിച്ചേനെ, മോശ വയസ്സെത്രയായി? 80. ഞാൻ 80,000 വർഷത്തിൽ കൂടുതൽ ഇവിടെ ഉണ്ടടാ. 80 വയസ്സുള്ള നീയാണോ 80,000-ത്തിലധികം വയസ്സുള്ള എന്നോട് പടപൊരുതാൻ വരുന്നേ? നിനക്കെന്നാ ഉയരമുണ്ടടാ? 6 അടി. എൻ്റെ ആഴം നിനക്കൊന്ന് അളക്കാവോ? അതിനേക്കാൾ ഞാൻ വലിയവനാ. എന്നോടാണോ നീ ആവശ്യപ്പെടുന്നത്? മാറിയില്ലേ നിന്നെ ഇപ്പം മുക്കും. മോശ പറഞ്ഞു, ഞാൻ തന്നെയല്ല, എൻ്റെ പിൻപിലുള്ള 6,000 കുടുംബങ്ങൾ നിന്റെ അടിത്തട്ടിൽ ചവിട്ടി മെതിക്കേണ്ടതിന് മാറി നില്ലടാ. മാറിയേ മതിയാകൂ. കാര്യം ആകാശത്തെ സൃഷ്ടിച്ചവൻ, സമുദ്രത്തെ സൃഷ്ടിച്ചവൻ മോശയെ അഭിഷേകം ചെയ്തെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നിങ്ങളെ അഭിഷേകം ചെയ്ത ഈ ദൈവമാണെങ്കിൽ
ചില വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ഈ ദൈവത്തിന് കഴിയും. മറക്കരുത്, ഈ ദൈവം ഇതിനെ അഭിഷേകം ചെയ്യട്ടെ. ഈ ഞാൻ യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വേഗത്തിൽ വരട്ടെ. പത്രോസ് വാസ് എ ഫിഷർമാൻ, മീൻപിടുത്തക്കാരനായിരുന്നു. മത്തായി ചുങ്കം പിരിക്കുന്നവനായിരുന്നു. പോൾ തന്റെ ന്യായപ്രമാണം പഠിച്ചുകൊണ്ടിരുന്നവനാ. മൂന്ന് ഫീൽഡാ. ദൈവം 3 പേരെയും ഡിസ്റപ്റ്റ് ചെയ്തു. അവരുടെ വഴികളിൽ അവരെ പിടിച്ചു നിർത്തി. നെല്ല് മീൻ പിടിക്കുന്ന നീ നിർത്ത്, ചുങ്കം പിരിക്കുന്ന നീ നിർത്ത്, ഗമാലിയേൽ എൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ച വേദവിരുദ്ധനെ നിർത്ത്, എനിക്ക് ചിലത് കൈമാറാനുണ്ട്. ഗോഡ് ഡിസ്റപ്റ്റഡ് ദം, ബ്രോക്ക് ദം, അവരെ ഉടച്ചു പൊടിച്ചു. മോൾഡഡ് ദം ടു ഹിസ് ഫാഷൻ. എനിക്ക് അനുരൂപനായി മാറ്. ദൈവത്തിന് എപ്പോഴും പറയാനുള്ളത് അതാ, നിന്നെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലുമാ. എനിക്ക് അനുരൂപനായി മാറ്. ബഥേൽ നമ്മെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലുമാകയാൽ ദൈവത്തിന് അനുരൂപരായി മാറ്. സ്റ്റാറ്റ്യൂസ്, ദൈവത്തിൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും ഈ അപ്പോസ്തലന്മാരെ എല്ലാം ഏൽപ്പിച്ചു. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡുകളിലേക്ക് ദൈവം അവരെ വളർത്തിക്കൊണ്ടുവന്നു. ഇതിനകത്ത് 11 മണി നേരത്ത് വിളിക്കപ്പെട്ട ഒരു വേലക്കാരൻ്റെ കാര്യം നമ്മൾ പറയാറുണ്ട്. ഞാൻ അയാളുടെ കാര്യം ഇടയ്ക്കൊക്കെ തൊടാറുണ്ട്. ഇന്ന് പുതുതായി വന്നവർക്ക് മാത്രമേ ഇത് പുതുതായി പ്രയോജനപ്പെടുത്തുള്ളൂ. ഒരു തോട്ടക്കാരൻ ജോലിക്കാരെ വിളിച്ച് ജോലിക്ക് വേണ്ടിയാക്കുന്ന ചരിത്രം യേശു പറഞ്ഞു. 1 മണി നേരത്ത് വന്നവനും 2 മണി നേരത്ത് വന്നവനും 11 മണി നേരത്ത് വന്നവനും വരെ ഒരുപോലെയാണ് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ പണ്ട് എന്തോ ആയിരുന്നെന്നോ എങ്ങനെ ആയിരുന്നെന്നോ എന്ത് ചെയ്തെന്നോ ഒന്നും ദൈവത്തിന് വിഷയമല്ല. ലാസ്റ്റ് സെക്കൻഡിൽ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ശരിയായി എന്ന്. എൻ്റെ പൊന്നും മോനെ, അല്ലടാ, അത് 1 രൂപയുടെ കൂലിപ്പണിക്ക് അവനെ വിളിച്ചത് അപ്പോസ്തോലികത്വത്തിന് വേണ്ടി അല്ല. തെറ്റിദ്ധരിക്കരുത്. അവനെ വിളിച്ചത് അപ്പോസ്തോലികത്വത്തിന് വേണ്ടി അല്ല, ദൈവഗ്രഹത്തിന്റെ കൈകാര്യതയ്ക്ക് വേണ്ടിയല്ല. 1 രൂപയുടെ കൂലിപ്പണിക്ക് വിളിച്ചവൻ ഏത് നേരത്ത് വന്നാലും മതി. കഴിഞ്ഞ തലമുറയിൽ മാമ്മൻ ഉപദേശി എന്ന് പറയുന്ന ഒരു ഉപദേശി ഉണ്ടായിരുന്നു മാർത്തോമാ സഭയിൽ. അദ്ദേഹം ഒരിക്കല് ഒരു കൺവെൻഷന് പ്രസംഗിച്ചേച്ച് ഇന്ന് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവർ എഴുന്നേക്കാൻ പറഞ്ഞു. മാർത്തോമാ സഭയിൽ അത്തറ്റം വരെ ഉള്ളൂ. അങ്ങനെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവർ എഴുന്നേറ്റു. മാമ്മൻ ഉപദേശി അവരെല്ലാം എണ്ണി. ഒരു 10-200 പേരെങ്കിലും ഉണ്ട്, ഒരു 10-200 പേരെങ്കിലും ഉണ്ട് എഴുന്നേറ്റത്. എല്ലാവരും എണ്ണിയച്ചു പറഞ്ഞു 9.25 ആളുകളുണ്ടെന്ന് പറഞ്ഞു. 9.25 ആളുകൾ. എന്നിട്ട് അദ്ദേഹം തന്നെ വിശദീകരണം പറഞ്ഞു. ഈ 3 പിള്ളേര് ഫുൾ ജീവിതകാലം മുഴുവനുണ്ട്. അതുകൊണ്ട് ആ 3 പേര് ഓരോ മാസം 2 മാസം കൂടെ ഉള്ളു, ബാക്കി ചാകാൻ പോവാ. ഇതിൻ്റെ 1/10 പോലും ഇല്ല, 1/10 പോലും ഇല്ല. അതെല്ലാം 11 മണിക്ക് വന്നതാ. ഇന്ന് കർത്താവിനെ സ്വീകരിച്ച ദൈവപൈതലേ, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവപൈതലേ, ആ 11 മണിക്ക് മെനക്കെടാതെ ഒരു ദിവസം നേരത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പീര്. ദൈവത്തിന് എന്നെ നിങ്ങളെ ഉപയോഗിക്കാനായിട്ട് കഴിയും. ഞാൻ മുന്നോട്ട് പോട്ടെ. ദ കംപ്ലീറ്റ് ലോ വാസ് ഗിവൻ ടു മോസസ് ആൻഡ് ഓൺ ആൻ അപ്പോയിന്റഡ് ഡേ. മോശയുടെ കയ്യിൽ ഈ പ്രമാണങ്ങൾ മുഴുവനും കൊടുക്കുന്നത് ദൈവം നിയമിച്ച ഒരു ദിവസം. The 50th Jubilee from human life as per Genesis 3:24. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിലാണ് മനുഷ്യനെ ഏദനിൽ നിന്ന് ഇറക്കി വിടുകയും നിന്നെ എടുത്ത മണ്ണിൽ കൃഷി ചെയ്യേണ്ടതിന് പോവുകയും ചെയ്യാൻ പറഞ്ഞത്. അന്നു മുതൽ 50ാമത്തെ ജൂബിലി ആഘോഷിക്കേണ്ട ദിവസം പർവ്വതമുകളിൽ കൽപ്പനയുമായി വന്നു. ദൈവം സമയം വിട്ട് ഒരു കാര്യം ചെയ്യുന്നവനല്ല. തൻ്റെ മുൻനിർണയത്തിൽ 2022 ദൈവത്തിങ്കിലേക്ക് വരേണ്ടവരെയും ജീവിതത്തിൽ പ്രതിഷ്ഠകൾ എടുക്കേണ്ടവരെയും കണ്ടെങ്കിൽ ഈ നവംബർ 20-ാം തീയതി നടന്നിരിക്കും. ദൈവം സമയം തെറ്റി ചെയ്യുന്നവനല്ല. മാനവവർഗത്തെ മണ്ണിലേക്ക് ഇറക്കി വിട്ട് സമയം ആരംഭിച്ചത് മുതൽ, അന്ന് മുതലാണ് നമുക്ക് കാലം തുടങ്ങിയത്. സമയം ആരംഭിച്ചത് മുതൽ 50 ജൂബിലി വർഷങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ 50ാം ജൂബിലിയുടെ ദിവസം സീനായി പർവ്വതത്തിന്റെ മുകളിൽ ദൈവം തന്റെ ഈ പ്രമാണം കൊണ്ട് കൊടുത്തു. നിങ്ങളെ വിളിച്ചിട്ട് ഇത്ര വർഷമായി, രക്ഷിക്കപ്പെട്ടിട്ട് ഇത്ര നാളായി, ദൈവം എന്നെ കുറിച്ച് മുൻ കണ്ടിട്ട് ഇത്ര നാളായി. ഇന്ന് ദൈവത്തിന്റെ അപ്പോയിന്റഡ് ടൈം ആണെങ്കിൽ ഡു നോട്ട് മിസ് ഇറ്റ്. ദയവായി അത് നഷ്ടമാക്കരുത്. എ ന്യൂ കസ്റ്റം, ന്യൂ കൾച്ചർ ഇത് ആ ജനത്തിന് തുടങ്ങി. ഈ പ്രമാണം അങ്ങോട്ട് കൊടുത്തപ്പോഴത്തേക്ക് അവരുടെ കൾച്ചർ മാറി.
നീ എന്തുടുക്കണം, എന്ത് ടൈപ്പ് വസ്ത്രം ധരിക്കണം, എന്ത് തിന്നണം. ഞാൻ കഴിഞ്ഞ ദിവസം വേർപാടിനെ കുറിച്ച് വിശദമായിട്ട് എടുത്തു പറഞ്ഞു. വിവാഹ സമയത്ത് എന്തൊക്കെ പ്രമാണങ്ങൾ സൂക്ഷിക്കണം, കുടുംബങ്ങൾ എന്തൊക്കെ ചെയ്യണം, ഒരു പുതിയ കൾച്ചർ, ഒരു പുതിയ കസ്റ്റം. തൽക്കാലം ഞാനിവിടെ നിർത്തട്ടെ. ദൈവത്തിന്റെ പ്രമാണം കൈമാറിയാൽ അതോട് ചേർന്ന് ദൈവത്തിന്റെ സ്റ്റാറ്റ്യൂസ്, കൽപ്പനകളുണ്ട്, ദൈവത്തിന്റെ പ്രമാണങ്ങളുണ്ട്. അതെല്ലാം കൂടെ അങ്ങോട്ട് കൈമാറി. ഈ ദൈവപ്രമാണങ്ങൾ കൈമാറിയതിനെ കുറിച്ച് ഉൽപ്പത്തി 3 മുതൽ ഓരോ ജൂബിലി കംപ്ലീറ്റ് ചെയ്യുന്ന വർഷങ്ങളുണ്ട്. അത് ഇന്ന് എടുക്കാൻ ഒക്കത്തില്ല. ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവം ചെയ്യുന്നതും ഓരോ ജൂബിലി വർഷങ്ങളിലാണ്. ജൂബിലിയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ ഒരുപാട് കൽപ്പനകളുണ്ട്, ഒരുപാട് പ്രമാണങ്ങളുണ്ട്. ചരിത്രം ഇങ്ങോട്ട് എടുത്താൽ എല്ലാം ഓരോ ജൂബിലി വർഷങ്ങളിലാണ് ദൈവം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഞാനങ്ങ് മാറുക. 50ാമത്തെ ജൂബിലി ദിവസം സിയോൻ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ഇറങ്ങി വരികയും അവിടെ നിന്ന് അഗ്നിമയമായ ഒരു പ്രമാണം മോശയുടെ കയ്യിലേക്ക് കൈമാറുകയും ചെയ്തു. ആവർത്തനം 33:2, പുറപ്പാട് പുസ്തകം 19:16 മുതൽ 18 വരെ മോശ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ നിന്ന് പുതിയ കൾച്ചർ ഏറ്റുവാങ്ങി, പുതിയ പ്രമാണം ഏറ്റുവാങ്ങി, പുതിയ പൗരോഹിത്യ സമ്പ്രദായം ഏറ്റുവാങ്ങി, പുതിയ ഓർഡിനേഷൻസ് ഏറ്റുവാങ്ങി. ദൈവത്തിങ്കിൽ നിന്ന് വാങ്ങിയ മോശ ആ കൽപ്പനകളെ ദൈവം വീണ്ടും ആവർത്തിച്ചു കൊടുത്ത് അങ്ങനെ മാത്രം പോകട്ടെ. മോസസ് വാസ് ഗിവൺ വിത്ത് ദ ലോ. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഓരോന്നോരോന്ന് വായിച്ചു പറയുവാൻ എനിക്ക് ഒക്കത്തില്ല. ഈ ലോയുടെ പ്രത്യേകത, ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഗിവൺ ബൈ ഗോഡ്. ദൈവത്തിൻ്റെ കൈ കൊണ്ട് എഴുതി ദൈവം തന്നെ കൊടുത്തു. കംപ്ലീറ്റ് കസ്റ്റംസ് അതിനകത്തുണ്ട്, കംപ്ലീറ്റ് കൾച്ചർ അതിനകത്തുണ്ട്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞ ഒരു പദമാണ്. ഒരു ആൻറ്റി, ഇപ്പോൾ ആൻറ്റി ഇതിനകത്ത് ഇരിപ്പുണ്ട്, എനിക്ക് അയച്ചു തന്നൊരു വാട്സപ്പ് മെസ്സേജിനകത്ത് ഒരു യൂറോപ്യൻ വിളിച്ചു പറയുന്ന ഒരു വാചകമുണ്ട്. ഏതാണ്ട് 50-60 വർഷങ്ങൾക്ക് മുന്നമേ കൂടുതൽ ആളുകളെ പള്ളി കയറ്റാൻ വേണ്ടിയാ വി ഡോണ്ട് പ്രീച്ച് കൾച്ചർ. അദ്ദേഹം പറഞ്ഞൊരു പദമാണ്, വി ഡോണ്ട് പ്രീച്ച് കൾച്ചർ ആൻഡ് വി പ്രീച്ച് ഓൺലി ക്രൈസ്റ്റ്. ഞാൻ പറഞ്ഞു, ഈ പദം കേട്ടിട്ട് ഭയങ്കര ആകർഷണീയമായി തോന്നി. ഞാനും പറഞ്ഞിട്ടുണ്ട്, മണ്ടത്തരമായിരുന്നെന്ന് ഇപ്പം മനസ്സിലായി. ലോ കണ്ടെയ്ൻ എ കൾച്ചർ. അദ്ദേഹം പറഞ്ഞ അന്ന് നമ്മൾ ക്രിസ്തീയ കൾച്ചർ പൊട്ടിച്ചു. ഇന്ന് യൂറോപ്പ് ക്രിസ്ത്യൻ കൾച്ചറിലല്ല. പിന്നെ പറഞ്ഞോളാം, ഇന്ന് യൂറോപ്പ് ക്രിസ്ത്യൻ കൾച്ചറിലല്ല. അത് പൊട്ടിക്കുവാൻ പിശാച് ഞങ്ങളുടെ വായയാണ് ഉപയോഗിച്ചത്. ആ മനുഷ്യന്റെ വാചകം, കൺഫെഷൻ. ഓക്കെ, ഞാൻ മുന്നോട്ട് പോകാം. ദൈവത്തിൻ്റെ കൈവിരലുകൾ കൊണ്ട് എഴുതി. ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് കൈവിരൽ എന്ന് വിളിക്കുന്നതെന്ന് മറക്കരുത്. ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ദൈവത്തിൻ്റെ വിരലുകളാലെങ്കിൽ എന്നൊരിടത്തും, ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ എന്ന് വേറൊരിടത്തും പറയുന്നതിനാൽ ദൈവത്തിൻ്റെ കൈവിരൽ എന്നർത്ഥമാക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. തൻ്റെ കൈവിരലുകളാൽ എഴുതിയ കൽപ്പന, ആത്മാവിനാൽ എഴുതിയ കൽപ്പന. വെർബലി എക്സ്പ്ലെയിൻഡ് മോസസ്. അതിൻ്റെ വാചകങ്ങൾ ഓരോന്നും മോശയ്ക്ക് ദൈവം വിശദീകരിച്ചു കൊടുത്തു. ദൈവത്തിൻ്റെ കൽപ്പനകൾ വിശദീകരിക്കുവാൻ അഭിഷക്തന്മാരെ ആക്കി. പുതിയ നിയമസഭയിലാകയാൽ ദൈവം അതിനുവേണ്ടി വേദ അധ്യാപകന്മാരെ ആക്കി. ഏഞ്ചൽ ഷോന്റെ പാറ്റേൺ, എങ്ങനെയാണ് കൂടാരം നിവർക്കേണ്ടത്, ഉണ്ടാക്കേണ്ടതെന്ന് മോശയെ ദൈവം കാണിച്ചു കൊടുത്തു. ഓൾ ഓൺ ദ മൗണ്ടൻ എക്സ്പീരിയൻസ്. ഇതെല്ലാം ഉയർന്ന പർവ്വതത്തിന്റെ അനുഭവങ്ങളാണ്. അപ്പർ റൂം എക്സ്പീരിയൻസ് എന്ന് പുതിയ നിയമത്തിൽ വിളിക്കും, അപ്പർ മൗണ്ടൻ എക്സ്പീരിയൻസ് എന്ന് പഴയ നിയമത്തിൽ വിളിക്കും. ദൈവമായി വിശദീകരിച്ചു കൊടുക്കുന്ന രംഗങ്ങൾക്കായി സ്തോത്രം. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പറഞ്ഞു, ബഥേൽ ചർച്ചിൽ വരുന്ന സമയത്ത് 1986 മുന്നമേ, ഞാനതിൻ്റെ വർഷം ഇതുവരെ ഒന്ന് റിക്കളക്ട് ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. ദർ ആർ റെക്കോർഡ്സ്, എങ്ങാണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. നിന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ഇന്നത് എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു. ഇപ്രാവശ്യത്തെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് മുമ്പേ വെച്ച് കർത്താവേ 39 വർഷമായി. 40ാം വർഷത്തേക്ക് പ്രവേശിക്കുന്നതിന് മുന്നമേ അടുത്തത് എന്തെങ്കിലും ഒന്ന് അടിയനെ ഏൽപ്പിക്കാനില്ലേ? പറഞ്ഞ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഏൽപ്പിക്കാം. ദൈവത്തിൻ്റെ ആരംഭ ഭാഗങ്ങൾ എന്നെ ഏൽപ്പിച്ചു. ദേവാലയത്തിന് നേരെ നിൽക്കുന്ന പലകകൾ ഉണ്ടാക്കുക, കാറ്റടിച്ചാൽ ചരിയാത്ത, കാറ്റടിച്ചാൽ അകത്തെ വിളക്ക് കെടാതെ സൂക്ഷിക്കുന്ന, മരുഭൂമിയുടെ മണ്ണ് ആലയത്തിൽ കടക്കാതെ സൂക്ഷിക്കുന്ന ശക്തന്മാരായ ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ ഇന്നത്തെ കൈവെപ്പിൽ ആ പുതുമയുണ്ട്. ഇന്നത്തെ കൈവെപ്പിലെ പുതുമയുണ്ട്. ഒരു കൂട്ടം നേരെ നിൽക്കുന്ന പലകകൾ സമാഗമന കൂടാരത്തിനുണ്ടാകണം. കർത്താവിനോട് വ്യക്തതയിൽ ഇങ്ങനെ പറഞ്ഞു, പണ്ട് നിന്റെ കൈവച്ചും
തൊട്ടടുത്തു നിന്നും പ്രാർത്ഥിക്കുന്നവരിൽ മാത്രം അത് പകർന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ ഞാൻ ഒരു കൃപയും കൂടെ ഏൽപ്പിക്കാൻ പോകുകയാണ്. ഇന്റർനെറ്റിലൂടെ ശ്രദ്ധിക്കുന്നവരിൽ ആ ശബ്ദത്തിലൂടെ എൻ്റെ അഭിഷേകം പകർന്നിരിക്കും. ഇന്റർനെറ്റിലൂടെ ശ്രദ്ധിക്കുന്നവരിൽ എല്ലാവർക്കും കൂടെ വരാൻ ഒക്കാത്തത് കൊണ്ടാ ഈ അഭിഷേകം പകർന്നിരിക്കും. ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ഇന്നലെയോ മിനിഞ്ഞാന്നോ എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ എൻ്റെ ദശാംശം അവിടെയാണ് അയച്ചു തരുന്നത്. ഞാൻ നിങ്ങളുടെ ചർച്ചിൻ്റെ മീറ്റിംഗ്സ് മാത്രമേ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ, ഓൺലൈനിൽ വേറെ ഒരു ചർച്ചിലും ഞാൻ പോകുന്നില്ല. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, സിസ്റ്റർ, ദാറ്റ് ഈസ് ടോട്ടലി റോങ്. നിങ്ങളുടെ ദശാംശം രണ്ടാമത്തെ കാര്യമാണ്. നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങളൊരു ലോക്കൽ ചർച്ചുമായിട്ടുള്ള ബന്ധം വേണം. ഞാൻ ഇൻ്റർനെറ്റിലൂടെ ഇപ്പോൾ എല്ലാവരോടും പറയുക, നിങ്ങളായിരിക്കുന്ന ഇടത്ത് ആത്മാവിലും സത്യത്തിലും ദൈവവചനപ്രകാരവും ദൈവത്തെ ആരാധിക്കുന്ന ഒരു സഭയുമായി നിങ്ങൾക്കൊരു ഭൗതിക ബന്ധം ഉണ്ടായിരിക്കണം. കാര്യം ക്രിസ്തീയ ആരാധന എന്നത് കേവലം ഇൻ്റർനെറ്റ് അല്ല. അതിനെ ഒക്കെ വിളിക്കുന്ന ഇലക്ട്രോണിക് ചർച്ച് എന്ന. ഇലക്ട്രോണിക് ചർച്ചിൻ്റെ മെമ്പർഷിപ്പ് അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. യു നീഡ് ടു ബി അസോസിയേറ്റഡ് വിത്ത് ദ സെയിൻസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ദാസന്മാരുമായുള്ള വിശുദ്ധന്മാരുമായുള്ള ബന്ധം നമുക്ക് ആവശ്യമാണ്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ പലതും കിട്ടാം. ഒരു നല്ല മെസ്സേജ് ഒരു ചർച്ചിന് ഇല്ലെങ്കിൽ നല്ല മെസ്സേജ് ഉള്ളിടത്തുനിന്ന് കേക്ക്. ബട്ട് യു ആർ എ പാർട്ട് ഓഫ് എ ലോക്കൽ ചർച്ച്. ഒരു സഭയുടെ അംഗമായിരിക്കണം. അതാണ് ദൈവവചനത്തിൻ്റെ പഠിപ്പീര് എന്ന് ഓർപ്പിക്കട്ടെ. എല്ലാ പാറ്റേണുകളും പർവ്വതത്തിൻ്റെ മുകളിൽ കാണിച്ചു. സുനിൽ പാസ്റ്റർ മുമ്പേ ഒന്ന് തൊട്ടതുപോലെ ചില ദിവസങ്ങൾ ഉപവസിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്ത ശേഷം ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞൊരു പൊട്ടം വന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കൊള്ളാവുന്നതല്ല. വചനത്തിന് വിപരീതമായി ദൈവം ആരോടും ഒന്നും കൽപ്പിക്കത്തില്ല. വചനത്തിലുള്ള ഭാഗങ്ങൾ ഒരുത്തിന് വ്യക്തമായില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വചനത്തിൽ നിന്ന് മാറി എന്നല്ല, അവന് വെളിപ്പാടില്ലാതെ പോയി എന്നേ ഉള്ളൂ. ദൈവവചനപ്രകാരം വെളിപ്പെടുന്ന സത്യങ്ങൾ എന്നെയും നിങ്ങളെയും ഏൽപ്പിക്കട്ടെ. നമുക്കത് ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ചേ മതിയാകെയുള്ളൂ. പുറപ്പാട് പുസ്തകം 25:9 ഞാൻ പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം തന്നെ ഇവയെ ഉണ്ടാക്കുവാൻ ശ്രമിക്കുക. പർവ്വതത്തിൽ വെച്ച് ശ്രമിക്കുക എന്നല്ല, ഉണ്ടാക്കണം. പർവ്വതത്തിൽ വെച്ച് കാണിച്ച മാതൃക എന്താണ്? സ്വർഗത്തിലുള്ളതിൻ്റെ പ്രതിമയാ, സ്വർഗത്തിലുള്ളതിൻ്റെ മോഡലാ. നിങ്ങൾ ഈ മണ്ണിലുള്ളവർ അല്ല, നിങ്ങൾ സ്വർഗീയന്മാരാണ്. നിങ്ങൾ അവിടേക്ക് വരുമ്പോൾ ഒരു പുതുമയും നിങ്ങൾക്ക് കാണത്തില്ല. നിങ്ങൾ ഇവിടെ അനുഭവിക്കുന്നത് തന്നെ അവിടെ നിങ്ങൾ അനുഭവിച്ചിരിക്കും. ഞാൻ എൻ്റെ പിതാവിൻ്റെ രൂപം ഇവിടെ കൊണ്ട് വെളിപ്പെടുത്തിയതുപോലെ നിങ്ങളെ എൻ്റെ രൂപത്തിലേക്കാക്കി നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഒറ്റ കമ്മ്യൂണിറ്റിയാ. അതിനകത്ത് യാതൊരു ഉദാഹരണം കാണത്തില്ല. തിരുനിവാസം അതിൻ്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരം ഒക്കെ ഇന്ന് തന്നെ ഉണ്ടാക്കണം. പാറ്റനും ഫാഷനും ദൈവമായി കാണിച്ചു കൊടുത്തു. അതിനെ ഫാഷൻ എന്ന പദം കൂടെ പറയുന്നുണ്ട്. എനിക്കൊന്ന് നമ്മുടെ ഈ തലമുറയിലുള്ള കുഞ്ഞുങ്ങളിൽ പലർക്കും ഫാഷൻ എന്ന് പറയുന്ന പദമേ അങ്ങോട്ട് ശരിക്കും മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ബൈബിൾ അത് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്, സ്വർഗീയമായ ഫാഷനിൽ. സ്വർഗീയമായ ഫാഷനിൽ തന്നെ നിങ്ങൾ നടക്കണം. ക്രിസ്ത്യാനിറ്റി ഈസ് എ വേ ഓഫ് ലൈഫ്. ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? നാം നടക്കുന്ന ഒരു രീതിയെയാണ് ക്രിസ്ത്യാനിത്വം എന്ന് വിളിക്കുന്നത്. ദയവായിട്ട് ഒരു വാക്യം ഒന്ന് വായിച്ചാട്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 24:14. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 24:14. ക്രിസ്ത്യാനിത്വം എന്നാൽ എന്ത്? എന്നാൽ ഒന്ന് ഞാൻ സമ്മതിക്കുന്നു, മതഭേദം എന്ന് ഇവർ പറയുന്ന മാർഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുകയും. മതി. മതഭേദമെന്ന് ഇവർ പറയുന്ന ഈ മാർഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുന്നു. പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുന്നുവെന്ന് പറഞ്ഞ് യെരുശലേമിൽ ആലയത്തിന്റെ കർട്ടനും കെട്ടി യാഗവും കഴിച്ച് വിശിഷ്ട വസ്ത്രങ്ങളാൽ അലങ്കൃതരായ പുരോഹിതന്മാർ ആഴ്ചതോറും കാണിക്കുന്ന പണികളുണ്ട്. അതിൻ പ്രകാരം പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുന്നത് അവർ പറഞ്ഞാൽ അത് വേറൊരു മാർഗമാണ്. ഈ മാർഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുന്നു. ആരാധനയുടെ പാറ്റേണുകൾ, ആരാധനയുടെ ഫാഷനുകൾ ദൈവികമായിരിക്കട്ടെ. അതാണ് ഒരു ഓർഡിനേഷൻ. തിങ്സ് ആർ സെറ്റ് ഇൻ ടു ഓർഡർ. ഓർഡിനേഷൻ എന്ന പദം തന്നെ തിങ്സ് ആർ സെറ്റ് ഇൻ ടു ഓർഡർ എന്ന അർത്ഥത്തിലാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ ദൂതൻ വിശദീകരിച്ചു കൊടുത്തു മോശയ്ക്ക്. എബ്രായ ലേഖനം 2:2 ദൂതന്മാർ അരുളി ചെയ്ത വചനങ്ങൾ വിശദീകരിച്ചു കൊടുത്ത വചനങ്ങൾ എന്ന് കാണാം. ഗലാത്യ ലേഖനം 3:19 എന്നാൽ ന്യായപ്രമാണം ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതത്രേ. എന്താ ഈ വാക്യങ്ങളെല്ലാം കൂടെ പറയുന്നത്? മോശയെ പർവ്വതത്തിന്റെ മുകളിലേക്ക് വിളിച്ചു കയറ്റി, അവിടെ ഇരുത്തി ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് പർവ്വതം മൂടി. സ്വർഗത്തിലെ ദൈവത്തിന്റെ 10,000 ദൂതന്മാരെ അങ്ങോട്ട് ഇറക്കി. യഹോവയായ ദൈവം പുറകിൽ നിൽക്കുമ്പോൾ ഈ ദൂതന്മാർ വന്ന്
കാണിച്ചു കൊടുക്കേണ്ടതെല്ലാം മോശയ്ക്ക് കാണിച്ചു കൊടുത്തു. മോശ ആരാധന ഇങ്ങനെയാണ്, ദേവാലയം ഇങ്ങനെയാണ്, നടക്കേണ്ടത് ഇങ്ങനെയാണ്, ഉടുക്കേണ്ടത് ഇങ്ങനെയാണ്. വിശദീകരണങ്ങൾ ഓർമ്മയുണ്ടല്ലോ അല്ലേ? പുരോഹിതൻ രാവിലെ ദേവാലയത്തിലോട്ട് വരുമ്പോൾ ഒന്ന് കുളിക്കണം, ദേഹം വെള്ളത്തിൽ കഴുകണം. 2, ഒരു നിക്കറിടണം. പടികൾ കയറുമ്പോൾ അവൻ്റെ നഗ്നത വെളിവാകാതിരിക്കാൻ, വെളിയിൽ ആർക്കും കാണത്തില്ല, രണ്ടാമത് അതിൻ്റെ മേളിൽ വസ്ത്രമുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഉണ്ട്. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഉണ്ട്. നഗ്നത ആർക്കും വെളിവാകാതിരിക്കേണ്ടതിന് ഒരു കാച്ചട്ട ഇടണം. ആ കാച്ചട്ട ഉണ്ടാക്കേണ്ട ഫാബ്രിക് എന്തോ ആണ്, ചണം കൊണ്ട് നിർമ്മിതമായിരിക്കണം. അതിൻ്റെ മുകളിൽ മറ്റു വസ്ത്രങ്ങൾ ധരിക്കണം. ഒടുവിൽ മാർപ്പതക്കം വേണം. പ്രമാണങ്ങൾ മുഴുവനും കൊടുത്തു. പുതിയ നിയമസഭയ്ക്ക് പ്രമാണം കൊടുക്കുവാൻ പർവ്വതത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നില്ല. വിശുദ്ധ പൗലോസിനോട് പറഞ്ഞു, വാ, 3-ാം സ്വർഗത്തിലേക്ക് പ്രമാണങ്ങൾ തരാം. 3-ാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എത്ര നാൾ അവിടെ ഇരുത്തിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മുഴുവനും കാണിച്ചു കൊടുത്തേച്ചു പറഞ്ഞു, നീ പോയി എൻ്റെ സഭയോട് പറ, നീ പോയി എൻ്റെ സഭയോട് പറ. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് വന്ന് പറഞ്ഞു, അവിടെയും ഇവിടെയും ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതെന്നാൽ, ഇന്ന് പകൽ ദൈവം കാണിച്ചതിനെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് വിരോധമായി ഒരുത്തൻ 3 ദിവസം ഉപവസിച്ചെന്ന് പറഞ്ഞാൽ, മോനെ മിണ്ടാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങ്. ഏത് പൊട്ടനെയാ വിശ്വസിപ്പിക്കാൻ വരുന്നത്? വചനത്തിന് വിരോധമായി യാതൊന്നുമില്ല. യേശുവിൻ്റെ കാൽവറിയോടുകൂടെ കാര്യങ്ങൾ കഴിഞ്ഞു. ഉയർത്തെഴുന്നേൽപ്പോടുകൂടെ പഴയ നിയമത്തിൻ്റെ കാര്യങ്ങൾ മാറി. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനാൽ ദൈവജനം നിറയപ്പെട്ടു. ഒരു അഗ്നിഗോളം അവർക്ക് പ്രത്യക്ഷമായി. അതിൽ നിന്നും ചിന്നിച്ചിതറിയ ജാലകൾ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും അഭിഷക്തരായി. ഒരളവിൽ എല്ലാവരുടെ മേലും ഒരു പൗരോഹിത്യത്തിന്റെ ബേസിക് കോൾ ഉണ്ടായി. ദൈവത്തെ സേവിക്കേണ്ടതിന് ഒരു ബേസിക് കോൾ ഉണ്ടായി. യു ക്യാരി ദ പെന്തക്കോസ്റ്റൽ ഫയർ. ഇന്നതിനകത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിങ്ങളൊരു പെന്തക്കോസ്റ്റ് ശക്തി വഹിക്കുന്നവരാ, ഒരു പെന്തക്കോസ്റ്റിന്റെ ജ്വാല വഹിക്കുന്നവരാ. കിങ്ഡം കാരിയേഴ്സ് എന്ന് നമുക്ക് നമ്മെ തന്നെ വിളിക്കാം. സാമ്രാജ്യം വഹിക്കുന്നവരാണ് നിങ്ങൾ. സാമ്രാജ്യം വഹിക്കുന്നവരാ. ഞാൻ 2-3 പ്രാവശ്യമെങ്കിലും ഈ കഴിഞ്ഞ ഒറ്റ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്ക് തന്നെ ഇവിടെ പറഞ്ഞു. ഒരിക്കൽ ന്യൂജേഴ്സിയിലെ ഒരു എയർപോർട്ടിൽ, അമേരിക്കയിലെ ന്യൂജേഴ്സിയിലെ ഒരു എയർപോർട്ടിൽ ചെന്നിറങ്ങുമ്പോൾ ഒത്തിരി ബിസിയായ ഒരു ടൈമാണ്. അവിടെ ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് ഇരിക്കുന്നതിൻ്റെ മുകളിൽ ഒരു എഴുത്ത് കണ്ടു, വി ആർ ദ ഫേസ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അവരുടെ ബിഹേവിയർ, അവരുടെ വസ്ത്രധാരണം, അവരുടെ മാന്യത, അത് കണ്ടാൽ അമേരിക്കൻ ഗവൺമെൻറ് എന്താണ്, രാഷ്ട്രം എന്താണെന്നൊരു ബോധം ലഭിക്കും. ദേ ആർ ദ കിങ്ഡം കാരിയേഴ്സ്. ഞാൻ പറഞ്ഞു, മിഡിൽ ഈസ്റ്റിലൊരു സ്ഥലത്ത് പോയത് ഞാൻ പറഞ്ഞു, വെളുത്തിനോട് സിഗരറ്റും ഒക്കെ വലിച്ചുകൊണ്ട് ഒരിടത്തിരിക്കുന്നു. മറ്റേ പുള്ളി ചെയ്യുന്ന അതേ ഉദ്യോഗമായവനും അവൻ്റെ കൂട്ടുകാരൻ സിഗരറ്റും വലിച്ചുകൊണ്ട് അപ്പുറത്ത് നിന്ന് വർത്താനം പറയുന്നു. ഞങ്ങളെല്ലാം ഇങ്ങനെ നീണ്ട ലൈനിൽ നിൽക്കുന്നു. അവൻ്റെ കൾച്ചർ, ആ രാജ്യത്തിൻ്റെ സംസ്കാരം. ഒരിക്കൽ ഇതുപോലെ ബിസ് പിടിച്ച ഒരു സാഹചര്യത്തിൽ ലണ്ടനിലെത്തിയപ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ജോലി ചെയ്യുകയാണ്. അവിടെ ഒരു കൊച്ചു ബോർഡുണ്ട്, വി ആർ ദ ഫേസ് ഓഫ് യുണൈറ്റഡ് കിങ്ഡം. ഇത് പകലിൽ ഇറങ്ങിപ്പോകുന്ന ദൈവവേദന, യു ആർ ദ കിങ്ഡം കാരിയേഴ്സ്. ആ സ്റ്റാൻഡേർഡ് സൂക്ഷിക്കുന്നവർക്കായി സ്തോത്രം. സകല മാനദണ്ഡത്തിലും, സംസാരത്തിൽ, ഇടപെടലുകളിൽ, ഇമോഷനുകളിൽ, സ്നേഹത്തിൽ, ദ്വേഷത്തിൽ, വേർപാടിൽ, കൊടുക്കവാങ്ങലുകളിൽ, വാക്ക് സൂക്ഷിക്കുന്നതിൽ ബേഥേലിന്റെ മാനദണ്ഡം, ക്രിസ്തീയ മാനദണ്ഡം സൂക്ഷിക്കുവാൻ കഴിവുള്ളവർ മാത്രം ഇന്ന് പകൽക്കാലം ദയവായി ആയതിനു വേണ്ടി സമർപ്പിക്കണമേ എന്ന് ഞാൻ വീണ്ടും ആഗ്രഹിക്കുന്നു. ലൂസിഫറിന് നിങ്ങളെ തൊടാനൊക്കെ തലഭാസ വല്ലാത്ത സാഹചര്യമായിരുന്നു കേട്ടോ. തെറ്റിപ്പോയി മോനെ, സാഹചര്യത്തിലേ പാപം ചെയ്യത്തുള്ളടാ. സാഹചര്യം ഇല്ലാത്തപ്പോഴാരാ പാപം ചെയ്യുന്നത്? സാഹചര്യത്തിലേ പാപം ചെയ്യത്തുള്ളൂ. ഈ സ്റ്റേജിൽ നിൽക്കുന്നത് എനിക്ക് പറയാൻ ഒക്കുവോ വെള്ളത്തിൽ മുങ്ങിച്ചത്തുന്നു? ആറ്റിനകത്ത് വീണവന് വെള്ളത്തിനകത്ത് മുങ്ങിച്ചാകാൻ കഴിയും. കാര്യം അവൻ്റെ സാഹചര്യം അതാ. പാപം ചെയ്യുന്നത് സാഹചര്യത്തിൻ്റെ മുമ്പിൽ മാത്രമാണ്. ആ സാഹചര്യത്തിന് മുമ്പിൽ തിരിച്ചു പിടിച്ചു നിൽക്കുന്നവനെയാണ് സ്വർഗത്തിന് വേണ്ടത്. ലൂസിഫർ, നിന്റെ പണി എൻ്റെ അടുക്കൽ നടക്കത്തില്ല. ഐ ക്യാരി ദ കിങ്ഡം. തനി മലയാള ഭാഷയിൽ പറഞ്ഞാൽ പൊള്ളും, നിനക്ക് പൊള്ളും, നിനക്ക് പൊള്ളും. തനി മലയാളത്തിൽ ഇങ്ങനെ ഒരു പഴയ ഫ്രൈസ് ഉണ്ട്, തീക്കട്ടയിൽ ഉറുമ്പരിക്കത്തില്ലെന്ന്. കേട്ടിട്ടുണ്ടോ? ഒരു കഷ്ണം ചോക്ലേറ്റ് വഴി കിടന്നാൽ ഉറുമ്പെല്ലാം കൂടെ പണ്ടാൽ ലഗിയോൻ ബാധിച്ചവന് പറ്റിയ പോലെ എവൻ്റെ മണ്ടയിൽ കൂടെ അങ്ങ് കയറി അങ്ങ് അരിക്കുക ഉറുമ്പെല്ലാം കൂടെ. പക്ഷെ തീക്കട്ടയുടെ അടുക്ക പോന്നാൽ ഉറുമ്പ് അതിൻ്റെ വഴിക്ക് അങ്ങ് പൊക്കോളും. ഇതെ തൊടത്തില്ല. താങ്കൾ ആത്മീയനെങ്കിൽ ഒരു പിശാചും ആയിരിക്കാൻ വരത്തില്ല. യേശുവിൻ്റെ നാമത്തിലൊരു ദൈവിക കാവൽ
ഒരു ദൈവിക ചൂട് അവരുടെ മേൽ ഉണ്ടായിരിക്കും. സ്തോത്രം. എന്റെ സമയം കഴിഞ്ഞു. ആരംഭ അപ്പോസ്തലന്മാരെ ദൈവം തിരഞ്ഞെടുത്തു. പൗലോസ് അപ്പോസ്തലൻ അതിന്റെ പുറകിൽ വന്നു. ഈ 4 അപ്പോസ്തലന്മാരെ ഏറ്റവും പ്രമാണികളെന്ന് വേദപുസ്തകം വിളിക്കുന്നു. അല്ല, നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ ആ അപ്പോസ്തലന്മാർ ചേർന്ന് പറയുന്ന ഒരു പദമുണ്ട്: സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏവനോടും അകന്നു സൂക്ഷിച്ചോളാൻ. 2 തെസ്സലോനിക്കർ ലേഖനത്തിൽ അങ്ങനെയുള്ളവനോട് അകന്നു സൂക്ഷിക്കുക. ഇറ്റ്സ് എ കമാൻഡ്. ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു. ഞങ്ങളോട് വാങ്ങിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണമെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. വി കമാൻഡ് യു. ഇതൊരു കൽപ്പന ലംഘനമാണ്. ക്രമം കെട്ട് നടക്കുന്ന ഒരു സഹോദരനുമായി ഒരാൾ അസോസിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് വ്യഭിചാരം പോലെ ഒരു കൽപ്പന ലംഘനമാണ്. ക്രമം കെട്ട് നടക്കുന്ന ഒരുത്തനോട് നാം അസോസിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് കൊലപാതകം പോലെ ഒരു കൽപ്പന ലംഘനമാണ്. അങ്ങനെയുള്ളവനോട് അകന്നു സൂക്ഷിച്ചു കൊള്ളുവാൻ. കഴിഞ്ഞ ദിവസം എന്നോട് ഇതേ കാര്യം വേർപാടെന്നുള്ള വിഷയത്തിൽ എടുക്കുമ്പോൾ എന്നോട് പറഞ്ഞു, വീട്ടുകാരൊന്നും അങ്ങനല്ല, അവർ രക്ഷിക്കപ്പെട്ടവരുമല്ല, ഞാൻ എന്തോ വേണം. ഞാൻ പറഞ്ഞു, സഹോദരൻ എന്ന് പേർപ്പെട്ടവരിൽ ഒരുവന്റെ കാര്യം മാത്രമാണ്. ഇത് ലോകക്കാരുടെ കാര്യമല്ല. ദൈവവൈതൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരാളിൻ്റെ കാര്യം. ഇത് സൂക്ഷിച്ചേ പറ്റൂ. ഒരു വേർപാട് നാം ആചരിച്ചേ പറ്റത്തുള്ളൂ. 2 തെസ്സലോനിക്കർ 3:14 ഇതേ കാര്യമുണ്ട്. ഈ ലേഖനത്തിലുള്ള ഞങ്ങളുടെ വാക്ക് അനുസരിക്കാത്തവൻ നാണിക്കേണ്ടതിന് അവനെ വിട്ടകന്നിരിക്കുക. റോമാലേഖനം 6:17 ഇതേ കാര്യം. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി ദ്വന്ദ്വപക്ഷങ്ങളെയും ഭിന്നതകളെയും കൊണ്ടുവരുന്നവരുണ്ട്. അവരെ അകന്നു സൂക്ഷിക്കുക. സഭയുടെ മാനദണ്ഡം സൂക്ഷിക്കണം. ആവർത്തന പുസ്തകത്തിൽ നീ മിസ്രയീമിൽ അടിമയായിരുന്നു എന്ന് ഓർത്തുകൊള്ളുക. 1 കൊരിന്ത്യർ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയതാ. ഞാൻ എനിക്കുള്ളവനല്ല. എൻ്റെ മൗലികാവകാശമാണെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല. എന്നെ വിലയ്ക്ക് വാങ്ങിയതാ. യേശു എൻ്റെ രക്തം കൊണ്ട് എന്നെ വിലയ്ക്ക് വാങ്ങിയതിനാൽ യേശു പറയുന്ന വഴിയെ ഞാൻ നടന്നേ പറ്റൂ. ഒരു ദൈവ പൈതലാണെങ്കിൽ യേശു പറഞ്ഞ വഴിയെ നടന്നേ മതിയാകൂ. അതിൻ്റെ വെളിയിലേക്ക് പോകുവാൻ സാധ്യമല്ല എന്ന് ഞാൻ കർത്താവിൻ്റെ ബലത്തിൽ ആശ്രയിച്ച് ഓർമ്മിപ്പിക്കട്ടെ. പെന്തക്കോസ്തിന്റെ ആരംഭം മുതൽ ഒരുപാട് ചരിത്രം എനിക്ക് പറയാനുണ്ടായിരുന്നു. ഇന്ന് നിർത്താൻ പോകുക, അതുകൊണ്ടൊക്കത്തില്ല. കാലത്തിന്റെ പോക്കിൽ പെന്തക്കോസ്ത് നാളിന് ശേഷം ഈ അന്ത്യയുഗത്തിൽ അസൂസ സ്ട്രീറ്റിൽ ഒരു ദൈവശക്തി വെളിപ്പെട്ടു. ലെസ്റ്റർ സമ്രാൾ ഒരു ദൈവശക്തിയിലായി. ഒരു കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു വ്യാപാരമുണ്ടായി. ആ വ്യാപാരത്തെ തുടർന്നാണ് ദൈവസഭ അഭിഷക്തമാകുന്നത്. ഞാൻ കാറ്റിനെ ഇവിടെ ഒരു 4-5 വർഷം മുമ്പേ ഒന്ന് എടുത്തു കാണിച്ചു. ഒരു 4-5 വർഷം മുമ്പേ ഈ കൊച്ചു ഫാൻ കൊണ്ട് കാറ്റ് കിട്ടും. ഒരു ബെഡേ കിടക്കുന്ന ഉറങ്ങുന്നവൻ ഇത് മതി. ഒരു കൊച്ചു ഫാൻ കൊണ്ട് കാറ്റ് കിട്ടും. ഇതൊന്നും കൊടുങ്കാറ്റ് വരത്തില്ല. പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടത് ടേബിൾ ഫാനിൻ്റെ കാറ്റ് പോലല്ല. ലൈക്ക് എ വൈൽഡ് വിൻഡ്. സീലിംഗ് ഫാനിൻ്റെ കാറ്റ് പോലെയല്ല പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടത്. ലൈക്ക് എ വൈൽഡ് വിൻഡ്. പട്ടം പറപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന കൊച്ചു കാറ്റുമല്ല, പകരം പലതിനെയും മറിച്ച് തിരിക്കുന്ന ഒരു വൻകാറ്റായി. ഒരു കൊടിയ കാറ്റ്. ഒരു കൊടിയ കാറ്റ്. ഇന്ന് പകലൊരു കൊടിയ കാറ്റാണ് നമുക്ക് ആവശ്യം. ഈ പകലൊരു കൊടിയ കാറ്റിനകത്തൊന്ന് വീശുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യട്ടെ. പവർ ഹൗസുമായി ഇതിനെ കമ്പയർ ചെയ്താൽ ഒരു ചെറിയ ബാറ്ററി കൊണ്ടും പവറാകാം. പക്ഷെങ്കിൽ അപ്പുറത്ത് നമ്മുടെ അവിടെ ട്രാൻസ്ഫോർമർ വെക്കുന്ന സമയത്ത് അത്രയൊന്നും സ്ഥലം അതിന് കൊടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചില്ല. ഒരു ട്രാൻസ്ഫോർമർ അല്ലേ അവിടെ കാണാൻ വെച്ചു പൊക്കോളാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു രക്ഷയില്ല. വട്ടത്തിൽ വേലി കെട്ടി അവിടെ ബോർഡും ഒക്കെ വെച്ച്, അന്ന് ബോർഡും ഉണ്ടായിരുന്നു. അവിടെ പ്രത്യേക അറേഞ്ച്മെൻറ്റുകളൊക്കെ ചെയ്ത ശേഷമേ 110 വോൾട്ടേജിൻ്റെ ഒരു ട്രാൻസ്ഫോർമർ അങ്ങോട്ട് വെക്കത്തുള്ളൂ. 110 കിലോ വാട്ടിൻ്റെ ഒരു ട്രാൻസ്ഫോർമർ വെക്കത്തുള്ളൂ. കിലോ വോൾട്ടേജ്. ഞാൻ അത് കട്ട് ചെയ്യാന്നില്ല, ഞങ്ങൾക്ക് അത്രയും സ്ഥലം. പറഞ്ഞു ഇതേ കളിയല്ല, പവറാ. ഇറ്റ്സ് പവർ. വല്ലവരും കേട്ട് തൊട്ട കത്തിയിരിക്കും. ഇറ്റ്സ് പവർ. പവർ ഹാൻഡിൽ ചെയ്യുവാൻ കർത്താവ് നിങ്ങളെ സഹായിച്ചു. ഇറ്റ്സ് പവർ. ഞാൻ തുടർന്ന് ഇത് നിർത്തിയഴിച്ച് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതിൽ നിന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഒരു കൊടിയ കാറ്റിൻ്റെ അനുഭവത്തിലേക്ക് വരുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടാം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കായും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷെ പണ്ടൊരിക്കൽ റെയ്നാഡ് ബോംഗെ പറഞ്ഞ ഒരു പദം 2ാം പ്രാവശ്യം ഈ 21-നകത്ത് ആവർത്തിക്കുക. റെയ്നാഡ് ബോംഗെ ഒരിക്കൽ പറഞ്ഞു, ആത്മീയരായ ദൈവമക്കളെ, നിസ്സാര കാര്യം കൊണ്ട് ദൈവത്തിന് ചെയ്യാം.
കാര്യം നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മാവ് ശക്തന. ന്യൂഡൽഹിക്ക് അടുക്കൽ നജഫ്ഘട്ട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. നജഫ്ഘട്ടിലെ ഈ തലമുറയിലെ ആദ്യത്തെ പ്രാർത്ഥന തുടങ്ങാൻ കർത്താവ് എന്നെയാ അയച്ചത്. ഒരു 36 കിലോമീറ്റർ വൺ വേ സൈക്കിൾ ചവിട്ടിയായിരുന്നു പോകുന്നത്. എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നു, 36 കിലോമീറ്റർ വൺ വേ. വിൻ്റർ സീസണിലൊക്കെ ഒരു 36 കിലോമീറ്റർ വൺ വേ രാത്രി സൈക്കിൾ ചവിട്ടുന്നവർക്കറിയാം അതിൻ്റെ സുഖം എന്നാ ഉണ്ടെന്ന്. പാട്ടുപാടാൻ ഒറ്റയാൾ പോലും ഇല്ലായിരുന്നു. ഒരാൾ, എനിക്ക് പാടാനുള്ള കഴിവില്ല. ചിന്നമ്മ വീട്ടിലിരുന്ന് ഒരു ഓഡിയോ ടേപ്പിനകത്ത് പാടുന്ന പാട്ട്, ഓഡിയോ ടേപ്പും ടേപ്പ് റെക്കോർഡറും കൂടെ എടുത്തുകൊണ്ട് കൊണ്ടുപോയി അത് വെച്ച് പാടും, സുവിശേഷം പ്രസംഗിക്കും. അങ്ങനെ ആരംഭിച്ചതാണ് നജഫ്ഘട്ട് സഭ. നന്നായി വളർന്നു, ദൈവം അതിനെ വർദ്ധിപ്പിച്ചു, പലതായി മാറി. ഇന്ന് നമുക്ക് കീബോർഡുണ്ട്, ഇന്ന് നമുക്ക് പവർ ആംപ്ലിഫയർ ഉണ്ട്, നമുക്ക് വേണ്ടതെല്ലാം ഉണ്ട്. ഇതൊന്നും ഇല്ലാതെ ദൈവത്തിന് ചെയ്യാം. ബോംഗെ ഒരിക്കൽ പറഞ്ഞ ഒരു ഉദാഹരണം ഓർപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, ഈ പലപ്പോഴും വലിയ ഭയങ്കര കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റൊക്കെ അമേരിക്കയിൽ അടിക്കാറുണ്ട്. ചുഴലിക്കാറ്റ് എന്തെങ്കിലും പറഞ്ഞെന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങളൊരു കീബോർഡ് ഒന്ന് വായിച്ചേ, ഞാനൊന്ന് അടിച്ചോട്ടെ എന്ന്. ഒരു അന്തരീക്ഷം ഉണ്ടായിട്ട്, ഇപ്പം ആശയം മനസ്സിലായി. എനിക്കൊരു അന്തരീക്ഷം ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ കീബോർഡ് ഒന്ന് വായിച്ചേ, ഞാനൊന്ന് അടിക്കട്ടെ. നോ, കൊടുങ്കാറ്റടിക്കുമ്പോൾ കീബോർഡ് പറക്കുന്നത് കാണാം. ശക്തിയേറിയ ഒന്ന് ഇന്ന് പകൽ നിങ്ങളുടെ മേൽ ഇറങ്ങി വരണം. ലൂസിഫർ, ഞാൻ പാപം ചെയ്യാൻ നിന്റെ ദാസനല്ല, ഞാൻ പാപം ചെയ്യാൻ നിന്റെ ദാസനല്ല, എന്നെ തുടരുക, നീ കരിയും. ഞാൻ പെന്തക്കോസ്തിന്റെ ജ്വാല വഹിക്കുന്നവനാ. ഇന്ന് പകല തീരുമാനത്തോടെ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്റർനെറ്റ് ഓഫ് ചെയ്തേക്ക്.